ഓം ശതധാരമുത്സമക്ഷീയമാണം വിപശ്ചിതം പിതരം വക്വാനാം മേളിം മദന്തം പിത്രോരുപസ്ഥേതം രോദസീ പിപൃതം സത്യവാചം ഗണാനാന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിഭിः സീദസാദനം സദസസ്പതിമദ്ഭുതം പ്രിയമിന്ദ്രസ്യ കാമ്യം സനിം മേധാമയാശിഷം വേദവാതസ്യ വർത്തനിമുരോർഷ്വസ്യ ബൃഹതാഃ വേദായേഃ അധ്യാസതേഃ അഗ്നേ നയസുപഥാരായേഃ അസ്മാൻ വിശ്വാനി ദേവവയുനാനി വിദ്വാൻ യുയോധ്യാസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ഠാന്തെ നമ ഉക്തിം വിധേമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠനായ ഒരാചാര്യനും ജിജ്ഞാസുക്കളായ പഠിതാക്കളും ഇവിടെ ഒത്തുചേരുകയാണ്. ഇതിനൊരവസരമെടുക്കുവാനുള്ള ഭാഗ്യം സനാതന സ്കൂൾ ഓഫ് ലൈഫിനും ഗീതാ പ്രചാരക സമിതിക്കും ലഭിച്ചതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുക. വേദോപനിഷത്തുകൾ പഠന പരിപാടിയുടെ ആചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ പ്രണമിക്കുന്നു. ഒപ്പം ഇതിൽ പഠിതാക്കളായ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അറിയേണ്ടത് അറിയിക്കുവാനുള്ള ഈ മഹത് യജ്ഞത്തിന്റെ ഭാഗമായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാ പ്രചാരക സമിതിയും സനാതന സ്കൂൾ ഓഫ് ലൈഫും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള പഠന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വിജയകരമായി സനാതന ധർമ്മപരിചയത്തിൻ്റെ ഒന്നാം ഘട്ടം നമ്മൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ തുടങ്ങി ഡിസംബർ മാസത്തിൽ പര്യവസാനിച്ചിരിക്കുകയായിരുന്നു. അന്ന് ആ പഠന പരിപാടിയിൽ സനാതന ധർമ്മത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപ്പറ്റിയുള്ള ഒരു വിശദമായ പഠനത്തിനായിട്ടുള്ള ഈ രണ്ടാം ഘട്ട പരിപാടിയിലേക്ക് ഏതാണ്ട് 300ഓളം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് പങ്കാളികളായി തീർന്നിരിക്കുകയാണ്. ഈ പഠന പരിപാടി നമ്മുടെ ആചാര്യനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറിനെയാണ്. 3 പതിറ്റാണ്ടുകളത്തെ സംസ്കൃത അധ്യാപനത്തിൻ്റെയും അതിലുപരിയായിട്ടുള്ള കേരളത്തിലെ സാംസ്കാരിക വേദാന്ത സദസ്സുകളിലെ നിത്യപരിചയവുമായ അദ്ദേഹത്തിൻ്റെ മഹത്തായ പാണ്ഡിത്യവും ഏറ്റവും ലളിതമായിട്ട് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകാവുന്ന രീതിയിലുള്ള പ്രതിപാദന ശൈലി നമ്മൾ ഇതിനകം തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പഠിതാക്കളുടെ ആവശ്യപ്രകാരവും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരവും ആണ് നമ്മൾ ഈ രണ്ടാം ഘട്ട പഠന പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം രജിസ്റ്റർ ചെയ്ത് ഇവിടെ എത്തിയ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആചാര്യന് പ്രണാമം. ആചാര്യനെ വളരെ സ്നേഹാദരങ്ങളോടെ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ ഈ പഠന പരിപാടിയിലേക്ക് വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. വിശദവിവരങ്ങളൊക്കെ ആചാര്യൻ തന്നെ നേരിട്ട് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഹരി ഓം. നമസ്കാരം. സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.
സമാദരണീയരായ എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ പ്രണാമം. സനാതനധർമ്മ സ്കൂളും ഗീതാ പ്രചാരക സമിതിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സനാതനധർമ്മ പരിചയത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം ഈശ്വരാനുകൂല്യത്താൽ നമ്മൾക്ക് ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഭാഗ്യമല്ല, ഒരു പുണ്യമാണ്. പുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ പങ്കെടുക്കുവാൻ യോഗ്യതയുള്ളൂ. എന്താണ് ഇപ്രകാരമുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എന്ന് ചോദിച്ചാൽ, ഈ ജന്മത്തിലോ ജന്മാന്തരങ്ങളിലോ ആയോ സമ്പാദിച്ച കുറച്ച് പുണ്യം കയ്യിലുള്ളത് കൊണ്ടാണ്. നമ്മളൊക്കെ പുണ്യാത്മാക്കളാണ്. പുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളൂ, അധികാരമുള്ളൂ എന്നുള്ളതാണ് സത്യം. ഹന്തഭാഗ്യം ജനാനാം എന്ന് മേൽപ്പത്തൂർ പറഞ്ഞ പോലെ ഒരു ഭാഗ്യമായി മാത്രം അല്ല ഇതിനെ കാണുന്നത്, ഒരു പുണ്യമായിട്ടാണ്. 51 ദിവസത്തെ സനാതനധർമ്മ പരിചയത്തിൽ വേദങ്ങൾ മുതൽ പുരാണങ്ങൾ വരെയുള്ള ഭാഗങ്ങൾ ഒരു സിംഹാവലോകനത്തിലൂടെ നമ്മളൊന്ന് കടന്നുപോയി ഒരു ചെറിയ പരിചയപ്പെടുത്തൽ മാത്രമാണ് സാധിച്ചത്. അത്രയും ചുരുങ്ങിയ ക്ലാസ്സുണ്ട്. അതുകൊണ്ടൊരു സാമാന്യബോധം അതിനെക്കുറിച്ചുണ്ടാവട്ടെ എന്ന് മാത്രമാണ് വിചാരിച്ചത്. അതെന്തായാലും വിജയപ്രദമായി എന്നുള്ളതിന് സാക്ഷികളാണ് മുമ്പിലിരിക്കുന്ന ഇത്രയും സജ്ജനങ്ങൾ. അത് മതിയാകും എന്നായിരുന്നു എൻ്റെ ധാരണ. ഒരു തുടർന്നൊരു ക്ലാസ്സിനെക്കുറിച്ച് എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും കാലത്തെ അനുഭവം വെച്ച് സംസ്കൃതവും വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസവും പുരാണവും ഒക്കെ പഠിക്കാൻ വക്ത ശ്രോതാച ദുർലഭ എന്ന് പറയും. വക്താക്കളും ശ്രോതാക്കളും ദുർലഭമാണെന്ന്. ഇത് പറഞ്ഞു തന്ന വേണ്ടതുപോലെ പഠിപ്പിക്കാനുള്ള വക്താക്കളും അത് കേൾക്കാനുള്ള ശ്രോതാക്കളും ദുർലഭമാണ്. പക്ഷേ ഇവിടെ സുലഭമാണ്. ഇതാണ് ഹന്തഭാഗ്യം എന്ന് പറയാൻ കാരണം. ഇത്രയും സജ്ജനങ്ങൾ ഞങ്ങളിതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു ശുഭോദർക്കമാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും അധികം അഭിമാനവും സന്തോഷവുമാണ്. 30 വർഷത്തോളം ഒരു കലാലയത്തിൽ സംസ്കൃത അധ്യാപകനായിരുന്നപ്പോൾ നേടിയ അഭിമാനത്തിൻ്റെ 100 ഇരട്ടിയാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്നത് വെറും കുട്ടികളല്ല, പരിണിതപ്രജ്ഞരായ ജിജ്ഞാസുക്കളായ സജ്ജനങ്ങളാണ്. അവരെ കാണുമ്പോഴാണ് എനിക്ക് അഭിമാനം കൂടുക. മറ്റേ കോളേജിൽ അവർ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നവരാണ്. കൃത്യം പരീക്ഷയ്ക്കുള്ളത് മാത്രം മതി, അവരപ്പോഴേ അത് കഴിഞ്ഞ് പോവുകയും ചെയ്യും. പക്ഷേ ഇവിടുത്തെ ശ്രോതാക്കൾ അങ്ങനെയല്ല. അവർ ജിജ്ഞാസയുണ്ട്, അറിയാനുള്ള ആഗ്രഹമുണ്ട്. അത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ സ്വാദ് അനുഭവിച്ചറിഞ്ഞവരാണ് ഇന്ന് മുമ്പിലിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ സ്വാദ് എന്താണ് എന്ന് കാണിക്കലായിരുന്നു. സ്വാദ് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് വിശദമായി കഴിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായത് എന്തുകൊണ്ടും വളരെയധികം എനിക്ക് അഭിമാനവും സന്തോഷവുമാണ്. നിങ്ങളുടെ ഈ സദ്വിചാരത്തെ, ഈ ജിജ്ഞാസയെ ഞാൻ അകമഴിഞ്ഞ് വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള സത്കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞ് ജീവിതം പരിസമാപിക്കുന്നതിന് മുമ്പ് അറിയേണ്ടതറിഞ്ഞു പോയാൽ പിന്നെ പൂർണ്ണമായി. അറിയാതെ പോയാൽ വീണ്ടും അറിയാൻ തിരിച്ചു വരേണ്ടി വരും. ഇനിയും തിരിച്ചു വരാതെ അറിയേണ്ടതൊക്കെ ഈ ജന്മത്തിൽ അറിഞ്ഞ് പൂർണ്ണമാക്കി നമുക്ക് ഇവിടം കടന്നു പോകുവാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹാശംസകൾ നമ്മൾക്കെല്ലാവർക്കും. ഞാനും ആ കൂട്ടത്തിൽപ്പെടുന്നതാണ്. ഞാനും ഇതിങ്ങനെ പഠിക്കുകയാണ്. ഈ പഠനം എന്നുള്ളത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ജിജ്ഞാസയാണ് എനിക്കിതറിയാനും ഇത്രയൊക്കെ പഠിക്കാനും കാരണമായത്. അത് നിങ്ങളിൽ എത്തിക്കുവാൻ വാസ്തവത്തിൽ ഈ സനാതനധർമ്മത്തിൻ്റെ ഈ ഒരു പാഠശാലയുടെ ഒരു വേദി എനിക്ക് വലിയ അനുഗ്രഹമായി. അല്ലെങ്കിൽ
ഞാൻ പഠിച്ചതറിഞ്ഞത് എവിടെ ആരോട് എങ്ങനെ പറയും? അതിന് വേദി ഉണ്ടാക്കി തന്നു എന്നുള്ളത്, ആ വേദിയിൽ നിന്നുകൊണ്ട് ഇത്രയും സജ്ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിച്ചു എന്നുള്ളതും വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്താൻ പറ്റുന്ന ഒരു മഹനീയമായ സന്ദർഭമായി മാത്രം ഞാൻ കാണുകയാണ്. ആമുഖമായി ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലോട്ട് പ്രവേശിക്കാം. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ, ഈ 51 ക്ലാസ്സുകൾ പങ്കെടുക്കുകയോ അത് കേൾക്കുകയോ അന്ന് പങ്കെടുക്കാൻ പറ്റാത്തവർ പിന്നീട് കേൾക്കുകയോ ചെയ്തവരായിരിക്കാം എന്നൊരു ധാരണ എൻ്റെ ഉള്ളിലുണ്ട്. അല്ലാത്ത കുറച്ച് പേരും ഉണ്ടാവാം, ഇല്ലെന്നില്ല. അതുകൊണ്ട് ഇനിയും ഒരു വലിയ ആമുഖത്തിൻ്റെ ആവശ്യമില്ല. എങ്കിലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൂടി മനസ്സിലാക്കാൻ പാകത്തിന് വേദങ്ങളെക്കുറിച്ചാണ്. സാമാന്യജ്ഞാനം ലഭിച്ചാൽ പിന്നെ വേണ്ടത് വിശേഷജ്ഞാനമാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജനറലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യലൈസേഷൻ വേണം. അപ്പോൾ അങ്ങനെ സാമാന്യജ്ഞാനം നേടിയാൽ വിശേഷജ്ഞാനത്തിലേക്ക് പോകണം. എന്തിനാണ് വിശേഷജ്ഞാനം എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കായിരുന്നു. നിങ്ങൾ തന്നെ കിട്ടി. വേദങ്ങളും ഉപനിഷത്തുകളും തന്നെയാണ് അറിയേണ്ടത് എന്ന്. അതറിഞ്ഞാൽ പിന്നെ എല്ലാം അറിഞ്ഞതുപോലെയായി. ഉപനിഷത്തിലൊരു ഋഷികുമാരൻ ഋഷിയോട് ചോദിക്കുന്നുണ്ട്, എല്ലാം അറിയാൻ പറ്റുന്ന ഒരറിവ് പഠിപ്പിക്കാമോ? ഞങ്ങൾക്ക് എളുപ്പമുണ്ട്. ഉണ്ട്, വരൂ എന്ന് പറഞ്ഞാണ് ആ ഉപനിഷത്ത് പഠിപ്പിക്കുന്നത്. അപ്പം എന്ത് പഠിച്ചാൽ ലോകത്തിൽ വേണ്ടതെല്ലാം അറിയാൻ പറ്റുമോ? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം വേദങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഈ പാഠ്യപദ്ധതി ആരംഭിച്ചപ്പോൾ 2 ഘട്ടങ്ങളായിട്ടാണ്. 8 മുതൽ 8:30 വരെ വേദവും 8:30 മുതൽ 9:30 വരെ ഉപനിഷത്തുകളും. അങ്ങനെ 2 വിഷയങ്ങളാണ്. വേദം എന്ന് പറഞ്ഞാൽ 4 വേദങ്ങളുണ്ട്. 4 വേദങ്ങളും നമുക്ക് എല്ലാം പഠിച്ചു തീർക്കാനാവില്ല, അതിനുള്ള സമയം നമുക്കില്ല. എങ്കിലും ഞാൻ സ്ഥിരം പറയാനുള്ളതുപോലെ സ്ഥാലീപുരാകന്യായേന ഒരു കലത്തിലെ ചോറുകളെല്ലാം ഞെക്കി നോക്കാതെ ഒരു ചോറ് വെന്തോ എന്ന് ഞെക്കി നോക്കിയിട്ട് അരി വാർത്ത് ഉപയോഗിക്കുന്നത് പോലെ നമ്മൾക്ക് ആ വേദങ്ങളിൽ അവിടെവിടെയായി കിടക്കുന്ന പ്രധാനപ്പെട്ട ഏതെങ്കിലും ചില സൂക്തങ്ങൾ മാത്രം, എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഏത് പഠിച്ചാലും അത് പ്രധാനമാണ്. ഏതെങ്കിലും ചില സൂക്തങ്ങൾ മാത്രം നമ്മൾ നോക്കിയിട്ട് അതുകൊണ്ട് വേദത്തിൻ്റെ സാമാന്യമായ വിശേഷപ്പെട്ട ജ്ഞാനത്തേക്ക് നമ്മൾ എത്തിച്ചേരാൻ പോവുകയാണ്. ഋഗ്വേദമാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അതിൽ ആദ്യത്തെ സൂക്തം മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതിനുശേഷം സെലക്ട് ചെയ്ത് പ്രധാനപ്പെട്ട കുറച്ച് സൂക്തങ്ങൾ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ. ഋക്കിലെയും യജുസിലെയും സാമത്തിലെയും അഥർവത്തിലെയും പ്രധാനപ്പെട്ട സൂക്തങ്ങൾ മാത്രം. അതിനുശേഷം ഉപനിഷത്താണ്. ഉപനിഷത്ത് എന്ന് വെച്ചാൽ ദശോപനിഷത്തുകൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ആ 10 ഉപനിഷത്തുകളും അന്ന് പഠിച്ചതുപോലെയല്ല, ഒരു വിശദമായ പഠനത്തിലേക്കാണ് പോവുക. ഓരോ മന്ത്രങ്ങളും ആ മന്ത്രത്തിലെ വാക്കിലൂടെ, അതിലെ പദങ്ങളിലൂടെ, ആശയത്തിലൂടെ ഒന്ന് സഞ്ചരിച്ച് ഇത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് എന്ത് നൽകുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുറപ്പെടുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും ഇതേ സമയത്ത് 8 മുതൽ 9:30 വരെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം. എല്ലാവരും കഴിവതും കൃത്യം 8 മണിക്ക് തന്നെ ഈ ക്ലാസ്സിലേക്ക് കയറാൻ ശ്രമിക്കണം എന്നൊരു അപേക്ഷയും കൂടിയുണ്ട്. ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഉപയോഗിക്കുന്ന യന്ത്രത്തിന് തകരാറ് കൊണ്ട് ചിലപ്പം 5, 10 ഒക്കെ മിനിറ്റ് ലേറ്റായി പോയേക്കാം. 10 മിനിറ്റ് നമ്മൾക്ക് ലേറ്റായാലും കയറാം. പിന്നീട് കയറി കുറേ കഴിഞ്ഞിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആ മുമ്പത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളപ്പം നിങ്ങൾക്കിത് വാട്സപ്പിലോ മറ്റേതെങ്കിലും കേൾക്കാനുള്ള സംവിധാനമുണ്ട്, അതിലേക്ക് കേൾക്കുക. ഒരു ക്ലാസ്സിൻ്റെ സാമാന്യ സ്വഭാവത്തിലും ചേരുന്ന മട്ടിൽ 5, 10 മിനിറ്റ് ലേറ്റായിട്ട് ക്ലാസ്സിൽ കയറാം എന്നുള്ള, അത് നേരത്തെ മുതൽ ശ്രമിച്ച് കയറാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് അതാത് ക്ലാസ്സുകളിൽ ആശങ്കകൾ ധാരാളം ഉണ്ടാകാം, സംശയങ്ങളുണ്ടാകാം. ഇത് ഒരു സംവാദമാണ് വാസ്തവത്തിൽ. നിങ്ങൾക്കും ഇതിനകത്ത് പറയാൻ അധികാരവും അവകാശവും ഉണ്ട്. പക്ഷേ അത് ക്ലാസ്സിൻ്റെ ഒരു സാമാന്യ നിയമം അനുസരിച്ചിട്ട് ഓരോ ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇതിൻ്റെ അധികാരികൾക്ക് നിങ്ങൾ എഴുതി അറിയിച്ചാൽ മതി. വാട്സപ്പിലോ
അല്ലെങ്കിൽ വോയിസ് മെസ്സേജോ എങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത ക്ലാസ്സിലെ ആദ്യത്തെ 10 മിനിറ്റ് ഈ ചോദ്യങ്ങളുടെ മറുപടിയായിരിക്കും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ക്ലാസ്സിലേക്ക് ക്ലാസ് ആരംഭിക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. അങ്ങനെ സംവിധാനം ഇപ്രാവശ്യവും ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഉണ്ടാകുന്ന ചോദ്യങ്ങൾ അപ്പം തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ മറുപടി കൂടി പറഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തേക്ക് പോകുള്ളൂ. ഇനി എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ എനിക്കാവണം എന്നില്ല. കാരണം ഒരു സർവജ്ഞൻ ഒന്നുമല്ല. ഇതൊക്കെ കുറേശ്ശെ പഠിച്ച് അറിഞ്ഞ് കേട്ട് വരുന്ന ഒരു ശിശുവാണ് വാസ്തവത്തിൽ ഈ വിഷയത്തിൽ. അതുകൊണ്ട് എനിക്കറിയാവുന്നത് ആവുന്നത് ഉത്തരം കിട്ടുന്നത് പറയാം, അല്ലാത്ത നമുക്ക് അന്വേഷിക്കാം എന്ന് മാത്രമേ പറയാൻ ആവുകയുള്ളൂ. ഇതൊക്കെയാണ് ക്ലാസ്സിൻ്റെ ഒരു സാമാന്യ സ്വഭാവം. ഇത് എത്ര നാളുകൊണ്ട് തീരുമെന്ന് നമുക്കൊരു പ്രവചനം ഇപ്പോൾ എടുക്കാനാവില്ല എന്നുള്ളൊരു സത്യമാണ്. എങ്കിലും കുറഞ്ഞത് 2 വർഷമെങ്കിലും നമുക്ക് വേണ്ടി വരും. കാരണം ആഴ്ചയിൽ ഒരു ക്ലാസ്സേ ഉള്ളൂ. കൊണ്ടൊന്നും ആവില്ല. ഒരു 3 വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന മട്ടിലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. എങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പോട്ടോ പുറകോട്ടോ ഒക്കെ പോയി എന്ന് വരാം. എന്തായാലും നമുക്ക് തൽക്കാലം ആ ഒരു വ്യവസ്ഥയിൽ നമുക്ക് ക്ലാസ് മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നതാണ്. ഇത്രയൊക്കെയാണ് ക്ലാസ്സിനെക്കുറിച്ചുള്ള സാമാന്യമായ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാനുള്ളത്. ബാക്കി നമുക്ക് ക്ലാസ്സിലൂടെ പോയി അന്വേഷിക്കാം. അപ്പോൾ നമുക്ക് അത് കണ്ടെത്തുകയും ചെയ്യാം. ഭാരതീയ സംസ്കാരത്തിന് അടിസ്ഥാന ശിലകൾ വേദങ്ങളാണെന്ന് നമ്മൾക്ക് മാത്രമല്ല വിദേശികൾക്ക് പോലും നല്ല ഉറപ്പാണ്. വിദേശികൾ അത് അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഉറപ്പിക്കുന്നത്. നമ്മൾ കേട്ടുകേൾവി കൊണ്ട് മാത്രമേ ഉള്ളൂ. വേദങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിന് സംസ്കാരത്തിന് അടിത്തറയാണ്. ആയിക്കോട്ടെ, കൊള്ളാം, നന്നായി, അത്രേ ഉള്ളൂ. എന്നാൽ വിദേശികൾ ഇവിടെ വന്ന് വേദം പഠിച്ചിട്ടാണ് അവർ ഈ ആശയം പറയുന്നത്. നിങ്ങൾ വേദം പഠിക്കൂ. നിങ്ങളുടെ ദൈനംദിന ജീവിത സംസ്കാരം മുഴുവൻ വേദത്തിൽ അധിഷ്ഠിതമാണ്. നമ്മളൊക്കെ വേദങ്ങൾ പാടിപ്പുകഴ്ത്തുന്നവരാണ്, ബഹുമാനമുള്ളവരാണ്, ആദരിക്കുന്നവരാണ്, വേദത്തെ നമസ്കരിക്കുന്നവരുമാവാം. പക്ഷേ വേദത്തിൻ്റെ പൊരുളെന്താണ്, അതിലെ വിഷയമെന്താണ്, അതിൽ കൂടി നമ്മൾക്ക് എന്താണ് നിത്യജീവിതത്തിലേക്ക് നൽകുന്ന സന്ദേശം, അത് പ്രാവർത്തികമാക്കിയ ഒരു ജീവിതചര്യ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതാണ് വാസ്തവത്തിൽ വേദം പഠിക്കുന്നതിൻ്റെ പരമോന്നതമായ ഒരു പ്രയോജനം. ഇതാണ്, ഇത് നേടിയെടുക്കാൻ ശ്രമിക്കലാണ്. അതുകൊണ്ട് വേദം എന്നുള്ളത് അറിവാണ്. എന്തറിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അറിവുകളും വേദമാണ് എന്ന് പറയാൻ പറ്റില്ല. ദൈനംദിന ജീവിതത്തിൽ എത്രയോ അറിവുകളുണ്ട്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം എന്നൊരു അറിവുണ്ട്, അതറിവാണ്. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം എന്നുള്ളത് അറിവാണ്. ആരെങ്കിലും തല്ലിയാൽ വേദനിക്കുന്നു എന്നുള്ള വേദന, വേദം ചെയ്യുന്നത് അറിയിക്കുന്നതാണ് വേദന. ഇതൊക്കെ അറിവുകളാണ്. അതേപോലെ നമ്മുടെ ചുറ്റും കാണുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള അറിവ്, ഇത് വീടാണ്, ഇത് കാടാണ്, ഇത് നാടാണ്, ഇത് വഴിയാണ്, മൃഗങ്ങളാണ്, ജന്തുക്കളാണ്, ധാരാളം തിരിച്ചറിവുകളുണ്ട്. ഇതൊക്കെ അറിവാണ്. പക്ഷെ വേദം ഈ അറിവല്ല നമുക്ക് തരിക. ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ പുറപ്പെട്ടവരാണ് വേദത്തിൻ്റെ ഋഷീശ്വരന്മാർ. അവരാദ്യം അന്വേഷിച്ചത് ജഗത്തിനെക്കുറിച്ചാണ്, പ്രപഞ്ചം, അതിലുള്ള മനുഷ്യനെക്കുറിച്ചാണ്, അതിൻ്റെ മുകളിലുള്ള ഈശ്വരസത്തയെക്കുറിച്ചാണ്. ഈ 3 വിഷയങ്ങളാണ് അന്വേഷണം: ജഗത്ത്, മനുഷ്യൻ, ഈശ്വരൻ. ഇത് 3ഉം എങ്ങനെ പഠനവിധേയമാക്കി മാറ്റി എന്ന് വേദങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. ജഗത്തിനെക്കുറിച്ച് വിസ്തരിച്ച് പഠിച്ചു, മനുഷ്യനെക്കുറിച്ച് പഠിച്ചു. ലക്ഷ്യം ഈശ്വരനാണ്. അതുകൊണ്ട് ആത്യന്തികമായ ഒരു സത്യം ഈ പ്രപഞ്ചത്തിലുണ്ട്, അതാണ് ഈശ്വര സത്ത. സത്യങ്ങൾ പലതുണ്ട്. അതിൽ ഏറ്റവും വലിയ സത്യം ആത്യന്തിക സത്യമാണ്. ആപേക്ഷിക സത്യമുണ്ട്. അതേപോലെ വാക്കിലൊതുങ്ങുന്ന വ്യാവഹാരിക സത്യമുണ്ട്. ഇതല്ല, ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒരു വലിയ ബ്രഹ്മസത്യമുണ്ട്. അതാണ് അറിയേണ്ടത്. സത്ത് ഉള്ളതാണ് സത്യം. സത്തെന്ന് വെച്ചാൽ ഉണ്മ, ഉള്ളത് എന്നാണ്. ഉള്ളതാണ് സത്യം, ഇല്ലാത്തത് അസത്താണ്, അസത്യമാണ്. അതുകൊണ്ട് സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് വേദങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വിത് ജ്ഞാനേ എന്ന ധാതുവിൽ നിന്നും
ജ്ഞാനം എന്നാൽ മോക്ഷേ ധീർജ്ഞാനം അന്യത് സർവം വിജ്ഞാനം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഈശ്വരോന്മുഖമായ അറിവിനെ മാത്രമേ ജ്ഞാനമെന്ന് പറയൂ, ബാക്കിയൊക്കെ വിജ്ഞാനങ്ങളാണ്. നമ്മൾക്ക് വേണ്ടത് ജ്ഞാനമാണ്. വിജ്ഞാനം സ്വീകരിക്കാം. വിജ്ഞാനത്തിൽ കൂടി ജ്ഞാനത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്. എല്ലാ വിജ്ഞാനങ്ങളും പരിസമാപിക്കുന്നത് ജ്ഞാനത്തിലാണ്. ആ ജ്ഞാനത്തിൽ പരിസമാപിക്കുന്ന ഒരു വിദ്യയാണ് ഭാരതീയർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പരമാത്മാ ഏന വേദ്യതേ സവേദ, പരമാത്മാവ് യാതൊന്നിനാൽ അറിയിക്കപ്പെടുന്നുവോ അതാണ് വേദം. ഈ പരബ്രഹ്മ സത്യം എന്താണെന്ന് കാണിച്ചു തരലാണ് വേദത്തിൻ്റെ ലക്ഷ്യം. വേദത്തിലെ ഓരോ മന്ത്രങ്ങളും ഇത് കാണിച്ചു തരാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് വേദമന്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ജ്ഞാനം, ഈ ബ്രഹ്മജ്ഞാനം, ഈ സത്യം, ഈ സത്യജ്ഞാനം നമുക്ക് നേടിത്തരലാണ് വാസ്തവത്തിൽ വേദത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ വേദത്തിൻ്റെ ലക്ഷ്യത്തെ അന്നത്തെ ഋഷിമാർ വൈദിക മതം എന്ന് വിളിച്ചിരുന്നു. മതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായമെന്നും സത്യമെന്നും കണ്ടെത്തിയതെന്നും ഒക്കെ അർത്ഥത്തിലാണ് മതം എന്ന വാക്ക് ഉപയോഗിച്ച്. മനനം ചെയ്ത് പൂർണ്ണമായതാണ് മതം. ചിന്തിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞതിൻ്റെ പേരാണ് മതം. അതുകൊണ്ട് വൈദിക മതം ആണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ ആര്യമതം എന്ന് വേണമെങ്കിൽ പറയാം, സനാതനം എന്ന് വേണമെങ്കിലും പറയാം. ഫന എന്ന് വെച്ചാൽ എന്നുമുള്ളത്, സനാതനം എന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഫനകാദികളായ ഋഷിമാർക്ക് ഫനകൻ, ഫനന്ദൻ, ഫനാദൻ എന്നൊക്കെ പേര് വന്നത്. അവരെന്നും നിൽക്കുന്നവരാണ്. ഈ 8 വയസ്സിൽ മാറ്റമേ ഇല്ല. അങ്ങനെ എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന സനാതനമായ ഒരു മതം, ഒരു ധർമ്മം, അതാണ് വാസ്തവത്തിൽ വൈദിക മതം. പിൽക്കാലത്ത് അത് ഹിന്ദുമതമായി പരിണമിച്ചതാണ്. അത് സിന്ധു നദീ സംസ്കാരമൊക്കെ ആയിട്ട് ചേർത്ത് പിന്നെ ഉണ്ടാക്കിയെടുത്ത വാക്കുകളാണ് അത്. വാസ്തവത്തിൽ നമ്മുടെ മതം എന്താണെന്ന് ചോദിച്ചാൽ വൈദിക മതം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വേദം നൽകിയ ഈ ഉത്കൃഷ്ടമായ പരമോന്നതമായ ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ മതമാണ് നമുക്കറിയേണ്ടത്. ഏകം സദ് വിപ്രാഹ ബഹുധാ വദന്തി. ഒന്നേയുള്ള ആ സത്യത്തെ പണ്ഡിതന്മാർ, വിപ്രന്മാർ ബഹുധാ പല പ്രകാരത്തിൽ വദന്തി പറയുന്നു. അതുകൊണ്ട് ആ ഒരു സത്യത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പലരും പല വഴിയിൽ കൂടി അന്വേഷിച്ചു പോയപ്പോൾ പല ദർശനങ്ങളും ഉണ്ടായി. അങ്ങനെയാണ് ഭാരതീയ ദർശനങ്ങൾ ഉണ്ടാവാൻ കാരണം. ഒരു സത്യം കണ്ടെത്താൻ വേണ്ടി പല വഴിയിൽ കൂടി പോകും. അങ്ങനെയാണ് നമുക്ക് ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി, ഒരു സ്കൂളിലെത്താൻ പല വഴികളുണ്ട്. ഏത് വഴി കൂടി വേണമെങ്കിൽ പോകാം. ഏത് വഴി കൂടെ പോയാലും എത്തേണ്ടത് സ്കൂളെന്ന ലക്ഷ്യം തന്നെയാണ്. അതേപോലെയാണ് ഏത് വഴിയിൽ കൂടി സഞ്ചരിച്ചാലും എത്തേണ്ടത് ഈ ബ്രഹ്മജിജ്ഞാസയിലാണ്, ആത്മജ്ഞാനത്തിലാണ്. ബ്രഹ്മമുഖത്തിൽ നിന്നും നിർഗളിച്ച വേദവാണികൾ. അങ്ങനെ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൂക്ഷ്മാണുസ്വരൂപത്തിൽ ബ്രഹ്മാവ് തൻ്റെ ഉള്ളിലാക്കി ആ ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള സൂക്ഷ്മാണു സമൂഹത്തെ സാക്ഷാൽ ഈശ്വരൻ എന്നൊരു വാക്കേ പറയാൻ പറ്റൂ, വിഷ്ണു എന്നോ എന്ത് പേര് വേണേൽ പറയാം, തൻ്റെ ഉള്ളിൽ ബ്രഹ്മാണ്ഡമായി തൻ്റെ ഉള്ളിൽ ഹിരണ്യഗർഭമായി ഒതുക്കി വെച്ചു. അതിൽ നിന്നുമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സൃഷ്ടി മുഴുവൻ ആവിർഭവിക്കുന്നത്. അങ്ങനെ തൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്ന വേദവാക്കുകൾ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് ബ്രഹ്മമുഖത്തിൽ കൂടി പ്രപഞ്ചത്തിലേക്ക് വ്യാപരിച്ചു. അങ്ങനെയാണ് വാസ്തവത്തിൽ വേദവാണികൾ. ഇത് വാസ്തവത്തിൽ ആദ്യം വരമൊഴി അല്ല, വാമൊഴിയാണ്. ചൊല്ലിപ്പഠിക്കൽ മാത്രമേ ഉള്ളൂ. അന്തരീക്ഷത്തിൽ കൂടി വായുവിൻ്റെ കൂടെ വന്നു ചേർന്ന ശബ്ദങ്ങളാണ് വേദം. ആ ശബ്ദങ്ങൾ കേൾക്കൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് ശ്രുതി എന്നായിരുന്നു വേദത്തിന് ആദ്യത്തെ പേര്. അത് കേട്ട് പഠിക്കൽ മാത്രമേ ഉള്ളൂ. എഴുതി വയ്ക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ചൊല്ലിപ്പഠിക്കലാണ് വേദം. അതുകൊണ്ടാണ് കേരളത്തിൽ ഓത്ത് ചൊല്ലുക എന്ന് തന്നെ പറയും. ഓത്തെന്ന് വെച്ചാൽ ചൊല്ലിപ്പഠിക്കുകയാണ്. ഓതുക എന്ന് വെച്ചാൽ ചൊല്ലുക. ആചാര്യൻ ചൊല്ലിക്കൊടുക്കുന്നു, ശിഷ്യന്മാർ
അവിടെ ഇരുന്ന് തന്നെ വീണ്ടും ചൊല്ലുന്നു, പല പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുന്നു, ഉറപ്പിക്കുന്നു, പിറ്റേ ദിവസം വന്ന് വീണ്ടും ചൊല്ലുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. പുസ്തകമില്ല, നോട്ട്ബുക്കില്ല, ഒന്നുമില്ല, എഴുത്തുമില്ല, ഒന്നുമില്ല. പിന്നീടത് പലരുടെയും നാവിൽ കൂടി വന്നപ്പോൾ അക്ഷരങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമോ എന്ന് കരുതി പിൽക്കാല ഋഷിമാർ അത് ലിഖിത രൂപത്തിൽ എഴുതി വെച്ചപ്പോഴാണ് വേദവാണികൾ വേദവാക്കുകളായി നമുക്ക് പരിണമിച്ചത്. വാണിയായിരുന്നു, അത് വാക്കായി പരിണമിച്ചു. അങ്ങനെയാണ് നമുക്ക് വേദസ്വരൂപങ്ങൾ ലഭിക്കുന്നത്. അത് 4 നമുക്കറിയാം. ഋക്ക്, യജുഫ്, സാമം, അഥർവം എന്ന 4 വേദം. ഒന്നായിരുന്ന വേദത്തെ 4ആക്കിയതാണ്. 4ആക്കിയത് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നായിരുന്ന സയൻസ് 4ആക്കി പഠിക്കുന്ന പോലെയുള്ളൂ. കെമിസ്ട്രി എന്നും ഫിസിക്സ് എന്നും ബയോളജി എന്നും സുവോളജി എന്നും ഒക്കെ പഠിച്ചത് സയൻസ് തന്നെയാണ്. 4ഉം സയൻസാണ്. ഒന്നിൽ പഠിക്കുന്നതൊക്കെ മറ്റേതിൽ വരും, അതിൽ പഠിക്കുന്ന ഇതിലും വരും. ഈ 4ലും പരസ്പരം കൂടിച്ചേർന്ന കുറേ തത്വങ്ങളുണ്ട് താനും. അത് സയൻസ് പഠിച്ചവർക്കറിയാം. അതേപോലെയാണ് പഠിക്കാനുള്ള സൗകര്യത്തിന് വേദത്തെ 4ആയിട്ട് പകുത്തു. 4 ഋഷിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഋഗ്വേദം പൈലൻ എന്ന ഋഷിയുടെയിലും, യജുഫ് വൈശമ്പായനും, സാമം ജൈമിനിയും, അഥർവം സുമന്തു എന്ന ഋഷിയുടെ കയ്യിലുമാണ് ലഭിച്ചത്. ഋഗ്വേദം പൈലൻ, യജുർവേദം വൈശമ്പായനൻ, സാമവേദം ജൈമിനി, അഥർവം സുമന്തു. ഈ 4 ഋഷിമാർ ഇത് ആവർത്തിച്ച് പഠിച്ചുറപ്പിച്ച് ലോകത്തെമ്പാടും പ്രചരിപ്പിച്ച് അനേകം ശിഷ്യന്മാരെയും പ്രശിഷ്യന്മാരെയും പഠിപ്പിച്ചു എന്നുള്ളതാണ് വേദത്തിൻ്റെ പ്രചരണം ആ കാലഘട്ടത്തിലുണ്ടായത്. ഇനി ഈ വേദത്തെ 4ആയിട്ട് പകുത്തപ്പോൾ എന്തായിരുന്നു ഉദ്ദേശം ചോദിച്ചാൽ 4 സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. ഋഗ്വേദം ജ്ഞാനത്തിൻ്റെ സന്ദേശമാണ് തരിക. ജ്ഞാനം എന്ന് വെച്ചാൽ അറിവാണെന്ന് മുമ്പേ പറഞ്ഞു. കേവലമായ അറിവുകൾ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സമസ്ത ഭൗതിക അറിവുകളെയും ജ്ഞാനമാക്കി മാറ്റി ഋഗ്വേദം. ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ സംബന്ധിച്ചതാണ്. പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ചാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളും. നോക്കോളൂ, കോടാനുകോടി പദാർത്ഥങ്ങളെ 5ആയിട്ട് തിരിക്കാൻ സാധിച്ചു നമ്മുടെ ഋഷിമാർക്ക്. ഇതിൽ അന്തർഭവിക്കുന്നതാണ് എല്ലാ പദാർത്ഥവും. ഇനി ഇതിൻ്റെ അകത്തുള്ള സമസ്ത പദാർത്ഥങ്ങളും അവർ വിസ്തരിച്ച് നിഷ്കൃഷ്ടമായിട്ട് പഠിച്ച് അത് ജ്ഞാനാത്മകമാണെന്ന് ബോധ്യപ്പെടുത്തലായിരുന്നു ഋഗ്വേദത്തിൻ്റെ ലക്ഷ്യം. ഈ ജ്ഞാനം, ഈ അറിവ് നമ്മൾക്ക് ലഭിച്ചു എന്നുള്ളത് ഋഗ്വേദം നൽകിയ സന്ദേശമാണ്. പക്ഷേ ഈ അറിവ് കൊണ്ട് മാത്രം പോരാ, അറിവിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം. അറിവ് നമുക്ക് പ്രയോഗിക്കാൻ കഴിയണം. കർമ്മണി വ്യജ്യതേ പ്രജ്ഞ എന്നാണ്. ഒരാളുടെ പ്രജ്ഞ, ബുദ്ധി ഒരു കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ വ്യഞ്ചിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അറിവിനെ വ്യഞ്ചിപ്പിക്കാൻ വേണ്ടി 2ാമത്തെ വേദമായ യജുർവേദം കർമ്മപ്രധാനമാണ്. എല്ലാവിധ കർമ്മവും യജുർവേദത്തിലുണ്ട്. സമസ്ത കർമ്മങ്ങളും എങ്ങനെയൊക്കെ കർമ്മം ചെയ്യണം, എങ്ങനെയൊക്കെയാണ് കർമ്മം അനുഷ്ഠിക്കേണ്ടത്, ഏതൊക്കെയാണ് കർമ്മങ്ങൾ എന്ന് സമസ്ത കർമ്മവിധാനങ്ങളും യജുർവേദം നമ്മെ ബോധ്യപ്പെടുത്തി. അപ്പം ജ്ഞാനവും വേണം, കർമ്മവും വേണം. ഇത് നിത്യജീവിതത്തിൽ ആവശ്യമാണ്. ഇനി 3ാമത്തെ വേദം സാമവേദത്തിൻ്റെ ലക്ഷ്യം ആനന്ദമാണ്, ഉപാസനയാണ്. ഉപാസന കൊണ്ട് ലഭിക്കുന്ന ആനന്ദമാണ്. ജ്ഞാനത്തെ കർമ്മമാക്കി കഴിഞ്ഞാൽ, കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടേണ്ടത് ആനന്ദമാണ്, സുഖമാണ്. ഏത് കർമ്മം ചെയ്താലും നമ്മളുടെ ഒരു ഉദ്ദേശം എനിക്കതുകൊണ്ട് സുഖം വേണമെന്നാണ്. പക്ഷേ പലപ്പോഴും വന്നു ചേരുന്ന ദുഃഖമാണ്, നമുക്കറിയാം. ഇതിഷ്ടമല്ല, പക്ഷേ അതിനെ വന്നു ചേരുകയും ചെയ്യും. നമ്മളത് സ്വീകരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് കർമ്മങ്ങൾ ദുഃഖമായി പരിണമിക്കുന്നത്? ആനന്ദം തരേണ്ടതല്ലേ? എങ്ങനെ കർമ്മങ്ങളെ ആനന്ദകരമാക്കി പരിണമിപ്പിക്കാം? ഇതാണ് സാമത്തിൻ്റെ ലക്ഷ്യം. നിത്യജീവിതത്തിൽ ആവശ്യമുള്ളതല്ലേ ഇത്? ആനന്ദം എന്ന് വെച്ചാൽ അപ്പോഴപ്പോഴുള്ള നൈമിഷികമായ ആനന്ദം അല്ല സാമവേദം ഉദ്ദേശിക്കുന്നത്. ഒരു ജീവിതം മുഴുവൻ നശിക്കാതെ നിൽക്കുന്ന സാന്ദ്രാനന്ദ അനുഭൂതിയാണ്. അത് എങ്ങനെ കൈവരിക്കാമെന്ന് സാമം നമ്മെ ബോധ്യപ്പെടുത്തി. 4ാമത്തെ വേദം അഥർവവേദത്തിൽ നമ്മൾ പതിത്വം കൽപ്പിച്ചിട്ട് കുറേ കാലം മാറ്റി വെച്ചിട്ടുണ്ട്. അത് മന്ത്രവാദത്തിൻ്റെ വേദമാണ്, നമുക്കുള്ളതല്ല. 4ാം വേദം നികൃഷ്ടമാണെന്ന് പോലും ആക്കി വെച്ചിട്ടുണ്ട്.
ഇതല്ല എന്ന് ഈ വേദമന്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. അത് സംരക്ഷണത്തിൻ്റെ വേദമാണ്. ഇർക്കിൽ കൂടി കണ്ട ജ്ഞാനം, യജുഫിൽ കൂടി കണ്ട കർമ്മം, സാമത്തിൽ കൂടി കണ്ട ആനന്ദം, ഇത് മൂന്നും സംരക്ഷിക്കണം. വരുന്ന തലമുറകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് മൂന്നും ഇവിടെ നിലനിൽക്കണം. ഈ നിലനിൽപ്പിൻ്റെ വേദമാണ് അഥർവം. അങ്ങനെ 4 വേദങ്ങൾ ഈ 4 ഋഷിമാരിൽ കൂടി ഭാരതത്തിലാകപ്പാടെ പ്രചരിച്ചു. അതിൽ ഋഗ്വേദമാണ് നമ്മുടെ വിഷയം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഋഗ്വേദത്തെക്കുറിച്ചാണ്. ഋഗ്വേദം ഏതാണ്ട് 10,000-ഓളം സൂക്തങ്ങൾ അതിനകത്തുണ്ട്, മന്ത്രങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കാനാവില്ലെങ്കിലും പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണ് ഋഗ്വേദം നിഷ്കൃഷ്ടമായിട്ട് പഠിക്കാൻ പുറപ്പെട്ടത്. പഞ്ചഭൂതങ്ങൾ ആദ്യത്തേത് അഗ്നി, രണ്ടാമത്തെ ജലം, പിന്നെ വായു, ആകാശം, പൃഥ്വി എന്നിങ്ങനെ നമുക്കറിയാം. അവയെക്കുറിച്ചുള്ള ഒരു പഠനം നമുക്കിതിൻ്റെ അകത്തുനിന്ന് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ആദ്യം അഗ്നിസൂക്തം കൊണ്ട് തന്നെയാണ് ഋഗ്വേദം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ച 1-ാമത്തെ സൂക്തം ഋഗ്വേദത്തിലെ അഗ്നിസൂക്തമാണ്. അത് നമുക്കൊന്ന് പരിചയപ്പെടാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ വിസ്തരിച്ചെടുക്കാം, നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട്. ഈ ഓരോ സൂക്തങ്ങൾക്കും മന്ത്രങ്ങൾക്കും ഋഷിയുണ്ട്, ഛന്ദസ്സുണ്ട്, ദേവതയുണ്ട്. ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഋഷിച്ഛന്തോ ദേവതകൾ എന്ന് പറയും. ഈ മന്ത്രം കണ്ടെത്തിയ ആളാണ് ഋഷി. ഋഷയോ മന്ത്രദ്രഷ്ടാരഹ. മന്ത്രം കണ്ടെത്തിയവരാണ്, നതു മന്ത്രസ്രഷ്ടാരഹ. മന്ത്രം സൃഷ്ടിച്ചവരല്ല. മന്ത്രവും വേദവും നേരത്തെ ഉണ്ട് ഇവിടെ. വേദം അനാദിയാണ്, എന്നുണ്ടായത് പറയാൻ പറ്റത്തില്ല. അതാരാലും പ്രത്യേകം എഴുതി വെച്ചതോ സൃഷ്ടിക്കപ്പെട്ടതോ അല്ല. അപ്പം ഈ അനാദിയായ ഈ വേദത്തിൽ ഇറങ്ങി സഞ്ചരിച്ചിട്ട് പല മന്ത്രങ്ങളും പല ഋഷിമാർ സാക്ഷാത്കരിച്ച് തൻ്റേതാക്കി മാറ്റിയിട്ടുണ്ട്. അവരാ മന്ത്രം ആവർത്തിച്ച് ഉച്ചരിച്ച് കിട്ടിയ ആത്മബലം കൊണ്ട് അതിൻ്റെ പേറ്റൻ്റായിട്ട് മാറി ആ ഋഷിമാർ. അതുകൊണ്ട് ആ മന്ത്രം ആരെങ്കിലും ചൊല്ലിയാൽ ഈ ഋഷിയെ സ്മരിച്ചുകൊണ്ട് വേണം. എത്ര ഭംഗിയായിട്ട് പേറ്റൻ്റ് ഉപയോഗിക്കാൻ കഴിഞ്ഞവരായിരുന്നു ഭാരതത്തിലെ ഋഷിമാർ. ഇന്ന് നമ്മൾ വിദേശത്ത് നോക്കി ചെയ്ത് പഠിക്കുക. വിശ്വാമിത്ര മഹർഷിയുടെ പേരിൽ വരുന്ന ഒരു മന്ത്രം മറ്റൊരാൾക്കും ഒരു ഋഷിയുടെയും ആ പേര് അദ്ദേഹം എഴുതി വെച്ചു. വിശ്വാമിത്ര ഋഷി എന്ന് സ്മരിച്ചിട്ട് ആ മന്ത്രം ഉച്ചരിക്കാവൂ നിർബന്ധം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പേറ്റൻ്റ് എടുക്കാനുള്ള ഒരു കഴിവ് ഭാരതത്തിലെ ഋഷിമാർക്ക്, അത് മന്ത്രത്തിലാണ്. ദർശനം സകല വിഷയത്തിലുണ്ടിത്. ഇന്ന് പാശ്ചാത്യരാണ് ഇതിനു വേണ്ടി മെനക്കെടുന്നത്. നമുക്കിത് അറിയില്ല എന്നാണ്. കാരണം വേദം പഠിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. വേദം പഠിക്കുമ്പോഴല്ലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ ഋഷിമാരും കണ്ടെത്തിയ മന്ത്രം അവരുടെ പേരിലാണ് നിരന്തരമായും പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതൊരു തെറ്റല്ല, അപകടമല്ല. അതുകൊണ്ട് ഈ ആദ്യത്തെ അഗ്നിസൂക്തം വിശ്വാമിത്ര ഋഷിയാണ്. വിശ്വാമിത്രനാണ് ഈ സൂക്തം കണ്ടെത്തിയത്. പിന്നുള്ളത് ഛന്ദസ്സാണ്. ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. മലയാളത്തിൽ പറയുന്ന വൃത്തങ്ങളല്ല, കുറച്ചുകൂടി സൂക്ഷ്മതരമായ വൃത്തങ്ങളാണ്. ഒരക്ഷരമേ ഉള്ളെങ്കിലും അതൊരു വൃത്തത്തിലാണ്. ഒരക്ഷരമോ 2 അക്ഷരമോ 3 അക്ഷരമോ 4 അക്ഷരമോ അക്ഷരം നോക്കി മാത്രമല്ല, മാത്രകൾ നോക്കിയിട്ടാണ് വൃത്തം നിശ്ചയിക്കുക. ഹ്രസ്വം, ദീർഘം, അതുപോലെ പ്ലുതം എന്ന് കുറേ മാത്രകളുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് വൃത്തം നിശ്ചയിക്കുക, ഛന്ദസ്. അങ്ങനെ ഓരോരോ മന്ത്രങ്ങൾക്കും ചിലപ്പം ഒരു മന്ത്രത്തിൽ 2-3 ഛന്ദസ്സുകൾ വന്നേക്കാം. ഒരു ഛന്ദസ്സാകാവുന്നില്ല. 2 വരിയുള്ള ഒരു മന്ത്രത്തിൽ ചിലപ്പോൾ 2 ഛന്ദസ് വരും. കാരണം അതിൻ്റെ മാത്രകളുടെ വ്യത്യാസം കൊണ്ട് ഛന്ദസ് മാറാം. അങ്ങനെ ഇവിടെ മധുച്ഛന്ദ, വിശ്വാമിത്രൻ മധുച്ഛന്ദസ് എന്ന ഋഷിയാണ്. വിശ്വാമിത്രന് മറ്റൊരു പേരും കൂടി ഇദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്, മധുച്ഛന്ദസ് എന്നൊരു പേര്. ഈ ഛന്ദസ് കണ്ടെത്തിയ ആളാണ് വിശ്വാമിത്രൻ എന്നുള്ളത് കൊണ്ട് ആ പേര് വന്നതാണ്. ഗായത്രിയാണ് ഇവിടുത്തെ ഛന്ദസ്. ഗായത്രി ഒരു ഛന്ദസ്സാണ്, ഒരു വൃത്തമാണ്. ഇത്ര അക്ഷരത്തിൽ പരിസമാപിക്കുന്ന വൃത്തം എന്ന വ്യവസ്ഥയുണ്ട്. അഗ്നിയാണ് ദേവത. ഇത്രയും കാര്യം നമ്മൾ ആദ്യം സ്മരിച്ചിട്ടാണ് മന്ത്രത്തിലേക്ക് കിടക്കുക. ഋഷിച്ഛന്തോ ദേവതകൾ എന്ന് പറയും.
ഏത് വേദമന്ത്രം ചൊല്ലണമെങ്കിലും അതിൻ്റെ ഋഷിയെ സ്മരിക്കണം, ഛന്ദസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ദേവത ആരാണെന്ന് അറിയണം. വിഷയം അറിയാതെ വെറുതെ മന്ത്രം ചൊല്ലിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചത്. വിഷയം എന്താണ്, ഇന്ന ദേവതയുടെ വിഷയമാണ് എന്നറിയണം. അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ഓരോ സൂക്തങ്ങൾക്കും ഒരു ആമുഖം കൊടുത്തിരിക്കുന്നത്. ഈ ആമുഖത്തിൽ വേണം നമുക്കകത്തേക്ക് കിടക്കാൻ. ഇനി ആദ്യത്തെ മന്ത്രത്തിലേക്ക് പോകുമ്പോൾ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതമം എന്നാണ് ആദ്യത്തെ മന്ത്രം. ഇത് ഇരുമ്പ് നമ്മളൊന്ന് ചിന്തിച്ചതാണ്, എങ്കിലും ഇനി നമ്മൾ വിസ്തരിച്ച് പഠിക്കാൻ പുറപ്പെടുകയാണ്. അഗ്നിമീളേ പുരോഹിതം എന്നാണ്. അഗ്നി എന്ന് വെച്ചാൽ അഗ്നിയെ എന്നർത്ഥം. ഈളെ എന്ന് വെച്ചാൽ സ്തുതിക്കുന്നു എന്നർത്ഥം. അഗ്നിം ഈളെ അഗ്നിയെ സ്തുതിക്കുന്നു. ഈളെ എന്നുള്ളത് ഈടെ എന്ന് ളായും ഡായും തമ്മിൽ ഉച്ചാരണ ഭേദം ആവാം. മലയാള ഭാഷയിൽ വരുമ്പോൾ ള ഉള്ളതുകൊണ്ട് ള പറയാം. വാസ്തവത്തിൽ ഡായാണ് ശരി. സംസ്കൃതത്തിൽ ഡാ മാത്രമേ ഉള്ളൂ. സംസ്കൃതത്തിൽ ള എന്നൊരക്ഷരം ഇല്ല. നമ്മളിപ്പോൾ മലയാളത്തിലായപ്പോൾ വന്നതാണ് ള എന്ന അക്ഷരം. സംസ്കൃതത്തിൽ ല മാത്രമേ ഉള്ളൂ. ഇവിടെ അഗ്നിം ഈടേ, ഈടേ എന്ന് വെച്ചാൽ ഈട സ്തുതൗ എന്ന ധാതു ഉണ്ടാക്കിയെടുത്ത വാക്കാണ് ഈടേ. അഹം ഈടേ, ഞാൻ സ്തുതിക്കുന്നു എന്നർത്ഥം. കേരളം വിട്ടാൽ അഗ്നിമീടേ എന്ന് മാത്രമേ പറയൂ, അഗ്നിമീളേ എന്ന് പറയില്ല. കാരണം കേരളീയർക്ക് മാത്രമേ ളായുള്ളൂ എന്നുള്ളതുകൊണ്ട് കേരളീയർക്ക് ആ അവകാശം കൊടുത്തിരിക്കുകയാണ്. ചില സ്ഥലത്ത് ഡായ്ക്ക് ള പറഞ്ഞോളൂ, ലായ്ക്ക് ള പറഞ്ഞോളൂ എന്നൊക്കെ വ്യവസ്ഥ കൊടുത്താണ്. അതുകൊണ്ട് യഥാർത്ഥമായ സംസ്കൃത ഭാഷയിൽ കൂടി പറഞ്ഞാൽ അഗ്നിമീടേ പുരോഹിതം എന്ന് തന്നെ പറയണം. ഇനി നമുക്കൊരു സ്വാതന്ത്ര്യം തന്നത് കേരളീയ പാഠമനുസരിച്ച് വേണമെങ്കിൽ ള പറഞ്ഞോളൂ എന്ന് പറഞ്ഞോളൂ. അതുകൊണ്ട് രണ്ട് പറഞ്ഞാലും ശരിയാണ്. ഈളെ എന്ന് പറഞ്ഞാലും ഈടേ എന്ന് പറഞ്ഞാലും സ്തുതിക്കുന്നു എന്നാണ്. അഗ്നിം ഈളേ പുരോഹിതം, അഗ്നിയെ സ്തുതിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. എങ്ങനെയുള്ള അഗ്നി എന്നാണ് ബാക്കി താഴെ പറയുന്ന മുഴുവൻ. അഗ്നി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഗതൗ എന്ന ധാതുവിൽ നിന്ന് അങ്കതി എന്നൊരു വാക്കുണ്ടാക്കാറുണ്ട്. അങ്കതി എന്ന് വെച്ചാൽ ഗമിക്കൽ, പോവുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഗമനം ചെയ്യലാണ്. സമസ്ത മനുഷ്യരെയും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് അഗ്നി. എല്ലാ മനുഷ്യരുടെയും ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണ്. ആ മോക്ഷമെന്ന ഗതിയിലേക്ക് മനുഷ്യനെ എത്തിക്കലാണ്. ഈ ഗതിയാണ് അഗ്നി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അഗ്നിയുടെ ജോലി എല്ലാ മനുഷ്യരെയും പരബ്രഹ്മ ചൈതന്യമെന്ന ഏക ലക്ഷ്യത്തിലേക്ക് എത്തിക്കലാണ്. അങ്കതി ഇത് അഗ്നി എന്ന് പറയാം. എത്തിക്കുന്നവനാണ് അഗ്നി എന്ന്. അഗ്രണീഹി ഇത് അഗ്നി എന്ന് പറയാം. അഗ്രണിയാണ് അഗ്നി. അഗ്രത്തിൽ നിൽക്കുന്നവനാണ്, അഗ്രത്തിൽ നിന്ന് നയിക്കുന്നവനാണ്. സമസ്ത ജീവജാലങ്ങളുടെയും മുമ്പിൽ നിൽക്കുന്നവനാണ് അഗ്നി. അഗ്രത്തിൽ നിൽക്കുന്നവനാണ് അഗ്നി എന്നുവെച്ചാൽ അഗ്രം എന്നുവെച്ചാൽ അന്തമാണ്, ഏറ്റവും പ്രയോജനപ്പെട്ടതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അഗ്നിയാണ്. അഗ്നിയില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല. അഗ്നി കെട്ടാൽ പോയി. ഈ പ്രാണൻ പോലും നിൽക്കുന്നത് അഗ്നിയെ ആശ്രയിച്ചിട്ടാണ്. അഗ്നിയുടെ ചൂട്, ശരീരത്തിന് ചൂട് കുറേശ്ശെ കുറഞ്ഞ് വന്നാൽ കഴിഞ്ഞു എന്നർത്ഥം. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാർക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. ചൂട് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇത് എല്ലാ ജീവജാലങ്ങളിലും, മനുഷ്യരിൽ മാത്രമല്ല, പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഗ്നിയാണ്. എന്നല്ല, ഈ പ്രപഞ്ചത്തിൽ സമസ്ത ജീവജാലങ്ങളെയും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അഗ്നിയാണ്. അഗ്നിയുടെ പ്രധാനപ്പെട്ട സ്വഭാവം ഒന്ന് പ്രകാശം, പിന്നൊന്ന് താപനശക്തി. ഇത് രണ്ടും അഗ്നിക്കുണ്ട്. ഒന്ന് പ്രകാശം, പിന്നൊന്ന് തപിപ്പിക്കാൻ, ചൂടാക്കാനുള്ള ഒരു ശക്തി. ഇത് രണ്ടും അഗ്നിക്കുണ്ട്. അതുകൊണ്ട് മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിൽ മാത്രമല്ല, പക്ഷികളിൽ മാത്രമല്ല, ജീവജാലങ്ങളിൽ മാത്രമല്ല, വൃക്ഷങ്ങളിലും പർവ്വതങ്ങളിലും പാറകളിലും കല്ലിലും മുള്ളിലും സകലത്തിലും അഗ്നിയുടെ സാന്നിധ്യമുണ്ട്.
അഗ്നിയില്ലാത്ത സ്ഥലം ഈ പ്രപഞ്ചത്തിലെങ്ങുമില്ല. ഖഗോളങ്ങളിലേക്ക് പോയാൽ അവിടെയും അഗ്നിയാണ്. സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ അങ്ങനെ പ്രകാശിപ്പിച്ച് തിളക്കിക്കൊണ്ടിരിക്കുന്ന അഗ്നിയുടെ സാന്നിധ്യമാണ്. അന്തരീക്ഷത്തിൽ ചെന്നാൽ മിന്നലായിട്ട് അന്തരീക്ഷത്തിൽ അഗ്നി സാന്നിധ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അഗ്നി ഇല്ലാത്തത്? വെള്ളത്തിൽ പോലും അഗ്നിയുണ്ട്. വെള്ളത്തിനകത്തൊളിച്ചിരിക്കുന്ന അഗ്നിയെ ബഡവാഗ്നി എന്ന് പറയും. വെള്ളത്തിൽ അഗ്നിയുണ്ട് എന്ന് അടുത്ത കാലത്ത് പാശ്ചാത്യർ കണ്ടുപിടിച്ചപ്പോഴാണ് നമുക്ക് ബോധ്യമായത്. നമ്മളെ ഋഷിമാർ എത്ര കാലം മുമ്പ് പറഞ്ഞു വെള്ളത്തിൽ എന്തുണ്ട്? അഗ്നിയുണ്ട് എന്ന്. അഗ്നിയും പ്രാണവായുവും കൂടി ചേരുമ്പോഴാണ് വെള്ളം എന്ന് ഈ അടുത്ത കാലത്ത് ഇംഗ്ലീഷിൽ പ്രൂവ് ചെയ്തപ്പോൾ നമുക്ക് ബോധ്യമായി. പക്ഷേ വേദം എത്ര കാലം മുമ്പ് പറഞ്ഞു ഇത്? നമ്മുടെ ഋഷിമാരുടെ പരീക്ഷണശാലകൾ തപസ്സാണ്. തപസ്സിൽ കൂടി കണ്ടെത്തിയ സത്യമാണ് അവരെ ആവിഷ്കരിച്ചത്. അതൊരു കാലത്ത് മാറില്ല, മാറ്റാൻ പറ്റുകയില്ല. പരീക്ഷണശാലയിൽ കൂടി കണ്ടെത്തിയ സത്യം ചിലപ്പോൾ 500 വർഷം കഴിയുമ്പോൾ മാറും. വേറൊരാൾ മെനക്കെട്ട് പരീക്ഷണശാലയിൽ മറ്റൊന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ അതാ സത്യം. അതുവരെയുള്ള സത്യമോ? അത് പോയി. ഇനി ഇതാണ് സത്യം. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ ആപേക്ഷിക സത്യം എന്നാണ് ഈ ശാസ്ത്ര സത്യങ്ങൾക്ക് പേര്. നമ്മൾ ഋഷിമാർ കണ്ടെത്തിയത് ആത്യന്തിക സത്യമാണ്. അതൊന്നും ഒരിക്കലും മാറില്ല, എക്കാലവും നിലനിൽക്കുന്ന സത്യമാണ്. കാരണം അവരുടെ പരീക്ഷണശാല തപസ്സായിരുന്നു. തപസ്സിൽ കൂടി കണ്ടെത്തിയത് നശിക്കില്ല, അത് ആത്യന്തിക സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ അഗ്നിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ജലത്തിൽ പോലും അഗ്നിയുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി. വായുവിൽ അഗ്നിയുടെ സാന്നിധ്യമുണ്ട്, ആകാശത്തിൽ അഗ്നിയുടെ സാന്നിധ്യമുണ്ട്, പൃഥ്വിയിൽ അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. എവിടെയില്ലാത്ത അഗ്നി? അങ്ങനെയാണെങ്കിൽ അഗ്രം നയിക്കുന്ന നേതാവാണ് അഗ്നി എന്ന് അഗ്രണീഹി ഇതി അഗ്നി. പിന്നെ കുടിലായാം ഗതവും എന്നൊരു ധാതുവിൽ നിന്നും അഗ്നി ശബ്ദം ഉണ്ടാക്കിയെടുക്കാം. കുടിലഗതിയുള്ളതേന്ന്. അഗ്നി കത്തിക്കാളുന്ന ഒരിക്കലും സ്ട്രെയിറ്റ് അല്ല, പിന്നെന്താണ്? വളഞ്ഞേ ഉള്ളൂ. കുടിലമായ ഗതി ആർക്കാണോ ഉള്ളത് അത് അഗ്നി. എവിടെ അഗ്നി കത്തിയാലും നേരെ ഒന്നും കത്തില്ല, അത് അല്പം വളഞ്ഞ് ചരിഞ്ഞ് ഇങ്ങനെ പോവുകയുള്ളൂ. അതുകൊണ്ട് വളഞ്ഞു പുളഞ്ഞു പോകുന്നത് കൊണ്ട് ഇതിന് അഗ്നി എന്ന് പേര്. ഈ പ്രപഞ്ചത്തിലെ സമസ്ത വൃക്ഷങ്ങളിലും അഗ്നിയുണ്ട്, അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഋഷിമാർ യജ്ഞം ചെയ്യാനായിട്ട് 2 മരക്കമ്പുകൾ കൂട്ടി ഉരഫിയിട്ട് അരണി കടഞ്ഞാണ് അഗ്നി ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ അഗ്നി ഇതിനകത്തുണ്ട്. അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒന്ന് പ്രയത്നിച്ചാൽ മാത്രം മതി. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരാത്മചൈതന്യ സ്വരൂപനായ അഗ്നിയെക്കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പറയാം. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ അഗ്നി ഇപ്പോൾ നമ്മൾ ബാഹ്യമായി കാണപ്പെടുന്ന ഒരു തീയല്ല, അതിൻ്റെ അകത്തുള്ളൊരു ദേവതയാണ്. അഗ്നിയെ ദേവതയാക്കി മാറ്റി. ഋഗ്വേദം നൽകിയ ഏറ്റവും വലിയൊരു സംഭാവന ഇതാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വിഭൂതികളെയൊക്കെ ആരാക്കി മാറ്റും? ദേവതകളാക്കി മാറ്റും. അപ്പോൾ അഗ്നി ദേവതയായി. ഇനിയും അഗ്നിയെ ആരാധിക്കാം, പൂജിക്കാം, അഗ്നിയെ ബഹുമാനിക്കാം. എന്തിനാ ഇങ്ങനെ വെച്ചത്? മലിനമാക്കാതിരിക്കാം. അല്ലെങ്കിൽ മലിനപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. ഋഷിമാർക്കറിയാം, കലിയുഗം വരെയൊക്കെ ആകുമ്പോഴത്തേക്കും ജനങ്ങൾ അഗ്നിയെയും വെള്ളത്തെയും വായുവിനെയും ആകാശത്തെയും ഒക്കെ മലിനപ്പെടുത്തുന്നു. അതുകൊണ്ട് അതിനെയൊക്കെ ദേവതകളാക്കി മാറ്റി. ദേവതയാക്കി മാറ്റിയാൽ പിന്നെ മലിനപ്പെടുത്തില്ല എന്നാണ് അവരുടെ വിശ്വാസം. ഇഷ്ടപ്പെട്ട ഒരു ദേവതയുടെ പ്രതിമ മുമ്പിൽ തന്നിട്ട് അതിൽ തുപ്പാൻ പറഞ്ഞാൽ തുപ്പില്ല. കാരണം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൊണ്ട് അറിയാം ഇതേപോലെ ആക്കി തന്നു അഗ്നിയെ. അതുകൊണ്ട് ഇവർ സ്തുതിക്കുന്നത് ബാഹ്യപ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ബാഹ്യമായ അഗ്നി എന്ന പദാർത്ഥത്തെ അല്ല, അതിൻ്റെ ഉള്ളിലുള്ള ദേവതയാണ്. അഗ്നിദേവനെയാണ് സ്തുതിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് അഗ്നിയും ഈട് എന്ന് വെച്ചാൽ ഈ അഗ്നിദേവനെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്നർത്ഥം. ഇനിയും ഈ അഗ്നി ആരാണ്? പുരോഹിതനായ അഗ്നിയാണ്. പുരോഹിതൻ എന്ന് കേട്ടാൽ നമ്മുടെ മുമ്പിൽ ഓടിയെത്തുന്നത് എന്താണ്? കുറേ കർമ്മങ്ങളും പൂജകളും ചടങ്ങുകളും ഒക്കെ നടത്തുന്ന ഒരു പുരോഹിതൻ, അല്ലെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടി കുർബാന ചെയ്യുന്ന ഒരു പുരോഹിതൻ. ഇത്രയൊക്കെ നമുക്ക് പുരോഹിതനെക്കുറിച്ചുള്ളൊരു സങ്കല്പം നമ്മുടെ ഉള്ളിലുള്ളൂ. അതിൽ നിന്ന് എത്രയോ പുറകോട്ട് പോകണം.
പുരഹ എന്ന വാക്കിൻ്റെ അർത്ഥം മുമ്പിൽ എന്നാണ്. ഹിതഹ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥിതി ചെയ്യുന്നവെന്നാണ്. കൊണ്ട് പുരോഹിതൻ വെച്ചാൽ മുമ്പിൽ നിൽക്കുന്നവൻ എന്നായി. അഗ്നിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോയതാണ്, മുമ്പിൽ നിൽക്കുന്നവനാണ് നേതാവ്. പുരോഹിതനായ അഗ്നിയെ, മുമ്പിൽ നിൽക്കുന്നവനായ അഗ്നിയെ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ പ്രധാനിയായി നിന്നുകൊണ്ട് അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ദേവചൈതന്യമാണ് അഗ്നി. അങ്ങനെയാണ് അഗ്നിക്ക് പുരോഹിതൻ എന്ന് അർത്ഥം വന്നത്. പുരോഹിതം അഗ്നിം ഈളേ, പുരോഹിതനായ അഗ്നിയെ സ്തുതിക്കുന്നു. ഇനിയും ആരാണ് ഈ അഗ്നി? യജ്ഞഫ്യ ദേവം, യജ്ഞത്തിൻ്റെ ദേവനാണ്, യജ്ഞത്തെ തിളക്കുന്നവനാണ്. യജ്ഞം എന്ന് വെച്ചാൽ കർമ്മമാണ്. ദേവൻ എന്ന വാക്കിൻ്റെ അർത്ഥം തിളങ്ങുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ, ജ്യോതിപ്പിക്കുന്നവനാണ് ദേവൻ. കർമ്മങ്ങളെ പ്രചോദിപ്പിച്ച് തിളക്കുന്നവനാണ് ഈ അഗ്നി. അഗ്നി ഉള്ളതുകൊണ്ടാണ് നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുന്നത്. അഗ്നി ഇല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ പറ്റില്ല. നിത്യകർമ്മങ്ങളെ പോലും ചെയ്യിക്കാൻ കാരണക്കാരൻ, പ്രചോദകൻ അഗ്നിയാണ്. ഈ അഗ്നിയുടെ ശക്തി കൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്, പല്ല് തേക്കുന്നത്, കുളിക്കുന്നത്, സമസ്ത കർമ്മങ്ങൾ ചെയ്യുന്നത്, ജോലി ചെയ്യുന്നതൊക്കെ അഗ്നിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. ഇനിയും അതുകൂടാതെയുള്ള ദൈവിക യജ്ഞങ്ങളിൽ ആദ്യം വിളിച്ചു വരുന്ന അഗ്നിയെ തന്നെയാണ്. അരണിക്കോല് കടഞ്ഞ് അഗ്നി ഉണ്ടാക്കിയേ യാഗം ആരംഭിക്കാൻ പറ്റും. അതുകൊണ്ട് യജ്ഞഫ്യ ദേവം, കർമ്മങ്ങളെ നന്നാക്കുന്ന ദേവനാണ് അഗ്നി എന്ന് പഠിച്ചാൽ നമ്മുടെ ജീവിതവുമായി എന്ത് ബന്ധമാണിതിന്? നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. എങ്ങനെ ചെയ്താൽ നന്നാവുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം ഈ അഗ്നിദേവനെ സ്തുതിച്ചാൽ നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കിത്തരും. അഗ്നിയെ സ്മരിച്ചാൽ, അഗ്നിയെ ആരാധിച്ചാൽ, അഗ്നിയെ വേണ്ടവണ്ണം ഉപയോഗിച്ചാൽ, മലിനപ്പെടാതെ കാത്തു സൂക്ഷിച്ചാൽ അഗ്നി നമ്മുടെ കർമ്മങ്ങളെ തിളക്കിത്തരും. അങ്ങനെയാണ്. ഞാൻ ചെയ്യുന്ന ജോലികൾ തിളങ്ങിയാൽ എന്ത് നന്നായി. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അപ്പം നശിച്ചു പോയാൽ പിന്നെ എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കർമ്മങ്ങളെ തിളക്കുന്ന ഒരു സാന്നിധ്യമാണ് അഗ്നി. അതുകൊണ്ട് യജ്ഞഫ്യ ദേവം, യജ്ഞത്തിൻ്റെ ദേവനാണ്. ഇനിയും ഋത്വിജനാണ്. യജ്ഞത്തിൽ യാഗം ചെയ്യുവാൻ 5 ആൾക്കാർ വേണ്ടതിൽ ഒരാൾ ഋത്വിക്കാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യജമാനൻ, ഹോതാവ്, അധ്വജു, പിന്നെ ബ്രഹ്മൻ, ഉദ്ഗാതാവ്. ഈ 5 പേര് വേണം. ഇവരെ പറയുന്നൊരു വാക്കാണ് ഋത്വിക്കുകൾ എന്നാണ് ഇവരെ പറയുന്നത്. ഈ ഋത്വിക്കുകൾ അഗ്നിയുടെ പ്രകാശം കൊണ്ട് ശോഭിക്കുന്നവരാണ്, തിളങ്ങുന്നവരാണ്. ഋതുക്കൾ തോറും യജിക്കുന്നവനാണ് അഗ്നി. ഋത്വിജം, ഋതുക്കൾ തോറും യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നു അഗ്നി ഈ പ്രപഞ്ചത്തിൽ. ഓരോ ഋതുവിലും അഗ്നിയുടേതായ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഋതുക്കളിലുള്ള വസ്തുക്കളുടെ പരിണാമത്തിന് കാരണം അഗ്നിയാണ്. മഞ്ഞുകാലമായാലും മഴക്കാലമായാലും വേനൽക്കാലമായാലും വസന്തകാലമായാലും ചെടികൾ പൂക്കാനും കായ്ക്കാനും പഴമാകാനും അഗ്നിയുടെ സഹായം ആവശ്യമാണ്. അഗ്നി ഉണ്ടെങ്കിൽ മാത്രമേ ചെടി വളർന്ന് വലുതായി പൂക്കുള്ളൂ. പൂക്കുന്ന ചെടി കായ്ക്കണമെങ്കിൽ അതിൽ അഗ്നിയുടെ സാന്നിധ്യം വേണം. ഈ കായ പഴുക്കണമെങ്കിൽ അഗ്നി വേണം. ഇല്ലെങ്കിൽ ഇത് മൂന്നും നടക്കില്ല. ഓരോ ഋതുക്കളിലും ഈ പ്രപഞ്ചത്തിൽ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അഗ്നി. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അപ്പോൾ അഗ്നി വാസ്തവത്തിൽ നിരന്തരമായൊരു യജ്ഞം ഈ പ്രപഞ്ചത്തിൽ ഋതുക്കൾ തോറും ചെയ്ത് നമുക്ക് തരികയാണ്. നമ്മൾ അനുഭവിക്കുകയേ വേണ്ടൂ. നമ്മൾക്ക് ചെടി കൊണ്ട് കുഴിച്ചു വെച്ചിട്ട് പോവാം. നമ്മുടെ കഴിവുകൊണ്ടല്ല അത് വളർന്ന് വലുതായി പൂത്ത് കായ്കളുണ്ടാകുന്നത്. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മൾ ഉദ്ദേശിക്കുമ്പോഴും അല്ല. അത് എന്തെങ്കിലും ഒരിക്കൽ പൂക്കും കായ്ക്കും. നമ്മൾ പറഞ്ഞ ഡേറ്റിലൊന്നും ആവില്ല. ഋതുക്കളെ
മനുഷ്യജീവിതത്തിൻ്റെ പരിണാമവിധേയമാക്കി മാറ്റുന്ന ജോലി അഗ്നിക്കാണ്. ഋത്വിജനായ അഗ്നിയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പോരെ, എത്രയാണ് ഈ അഗ്നിയുടെ കഴിവ്! ഇപ്പോഴാണ് തോന്നി അഗ്നിയെ സ്തുതിച്ചേ പറ്റൂന്ന്. നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദനായ ഒരു ദേവൻ ഈ അഗ്നി മാത്രമാണ്. അതുകൊണ്ട് തീർന്നില്ല, ഹോതാവാണ്, ഹവനം ചെയ്യുന്നവനാണ്, കർമ്മം ചെയ്യുന്നവനാണ്. ഈ അഗ്നി സൂര്യൻ്റെ സ്വരൂപത്തിൽ കർമ്മസാക്ഷിയായി ജീവജാലങ്ങളെ കർമ്മത്തിന് നിരതരാക്കുകയാണ്. സൂര്യൻ്റെ പ്രകാശരശ്മി ഭൂമിയിലേക്ക് വീണാൽ അപ്പോൾ മുതൽ കർമ്മനിരതരാണ് നമ്മളല്ല, പക്ഷികളും മൃഗങ്ങളൊക്കെ. നമ്മൾ സൂര്യൻ്റെ പ്രകാശരശ്മി നമ്മുടെ ദേഹത്ത് തട്ടിയാൽ നമ്മൾ ഏതിനെ കർമ്മം ചെയ്യാൻ പോവില്ല. പക്ഷെങ്കിൽ പക്ഷികളും മൃഗങ്ങളും പിന്നെ കിടക്കില്ല. ഈ രശ്മിയിൽ കൂടി വരുന്ന ഒരു ശബ്ദമുണ്ട്. സൂര്യരശ്മി ഭൂമിയിലേക്ക് പതിച്ചാൽ ഭൂമിയിലൊരു ശബ്ദമുണ്ട്. അതുകൊണ്ട് ഈ സൂര്യൻ രവി എന്ന് പേരുണ്ട്. രവമുണ്ടാക്കുന്നവനാണ് രവി, ശബ്ദമുണ്ടാക്കുന്നവനാണ്. ഈ ശബ്ദം ഭൂമിയിലേക്ക് പതിച്ചാൽ അത് പക്ഷികൾക്ക് കേൾക്കാം, മൃഗങ്ങൾക്കും കേൾക്കാം. അവരപ്പ ചാടി എഴുന്നിട്ട് പോകും. നോക്കിക്കോളൂ, സൂര്യൻ ഉദിച്ച ആ നിമിഷത്തിൽ പക്ഷികളൊക്കെ കൂടിയെന്ന് ഒന്നിച്ച് പറന്നു പോകും. ആര് വിളിച്ചിട്ടാ? അലാറം ആര് വെച്ചിട്ടാ? ഒന്നും കേട്ടിട്ടില്ല. സൂര്യൻ്റെ രശ്മികൾ ഭൂമിയിൽ പതിച്ചാൽ അവർക്ക് തിരിച്ചറിയാം, അവർ ചാടി എഴുന്നേറ്റ് കർമ്മോത്സുകരാകും. നമ്മൾ മാത്രമേ ഉള്ളൂ ഇത് കേൾക്കാതെ കർമ്മോത്സുകരാകാത്തവർ. സൂര്യൻ ഉദിച്ചാൽ ഉദിക്കും. എനിക്ക് തോന്നുമ്പോൾ എഴുന്നേക്കും. എനിക്ക് എഴുന്നേക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അലാറമാണ്. ഇത് കേട്ട് ഞാൻ എഴുന്നേക്കും, അത്രയേ ഉള്ളൂ. ഈ അലാറമാണ് സൂര്യൻ രാവിലെ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഹോതാവാണ് ഈ അഗ്നി. നമ്മുടെയൊക്കെ ഈ സമസ്ത കർമ്മവും നമ്മെ ചെയ്യിക്കാൻ യജമാനായി നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രചോദിപ്പിക്കുന്നവനാണ് അഗ്നി. തീർന്നില്ല, രത്നധാതമം, രത്നത്തെ വിളയിക്കുന്നവനാണ് അഗ്നി. രത്നധാതമനാണ്, രത്നത്തെ ധരിക്കുന്നവനാണ്. രത്നം എന്നുള്ള സമ്പത്തിൻ്റെ പ്രതീകമാണ്. അഗ്നിയെക്കൊണ്ടാണ് സമസ്ത സമ്പത്തുകളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. സമ്പത്തെന്ന കാശ് മാത്രമല്ല, എല്ലാവിധ സമ്പത്തുകളും ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നത് സമ്യക്കായി വന്നു ചേരുന്നതാണ് സമ്പത്തുകൾ. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അഗ്നിയെക്കൊണ്ടാണ്. അഗ്നിയുടെ സാന്നിധ്യം കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ഈ കർമ്മത്തിൻ്റെ ഫലം തരുന്നതും അഗ്നി തന്നെയാണ്. ഒരു മാവ് പൂത്താൽ അതിൽ നിന്നും മാമ്പഴം നമുക്ക് നൽകുന്നത് അഗ്നിയാണ്. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഫലം തരുന്നതും അഗ്നി തന്നെയാണ്. ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം നമ്മെ അനുഭവിപ്പിക്കാൻ അഗ്നിക്ക് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് അഗ്നിയെ രത്നധാതമൻ എന്ന് വിളിക്കാൻ കാരണം. ഒന്നാമത്തെ സൂക്തത്തിൽ, മന്ത്രത്തിൽ, പുരോഹിതനായ, യജ്ഞത്തിൻ്റെ ദേവനായ, ഋത്വിക്കായ, ഹോതാവായ, രത്നധാതമനായ അഗ്നിയെ ഞാൻ സ്തുതിക്കുന്നു എന്ന് അഗ്നിയുടെ 5 വിശേഷങ്ങൾ മനോഹരമായി കോർത്തിണക്കി ഈ ദേവനെ ഞാനിതാ സ്തുതിക്കുന്നു എന്ന്, അഗ്നിസ്തുത്യനാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ മന്ത്രം അവിടെ തീരുന്നത്. അരമണിക്കൂറാണ് വേദത്തിന് അനുവദിച്ച സമയം. ഞാൻ ഇന്ന് 1 മണിക്കൂർ അതിനുവേണ്ടി എടുത്തു. ഇനിയും ഞാൻ വൈകില്ല, ഉപനിഷത്തിലേക്കൊന്ന് പ്രവേശിച്ച് അതിനൊരാമുഖം പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ സമയം കീപ്പ് ചെയ്ത് കൊള്ളാം. നേരത്തെ പറയാം, അരമണിക്കൂർ സമയം വേദവും 1 മണിക്കൂർ ഉപനിഷത്തും ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് നാം ഉപനിഷത്തിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ധാരാളം പറഞ്ഞതാണ്. വേദങ്ങൾക്ക് 4 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗത്തിന് സംഹിത എന്നാണ് പേര്, പിന്നൊരു ഭാഗത്തിന് ബ്രാഹ്മണം എന്നാണ് പേര്, പിന്നൊന്നിന് ആരണ്യകം എന്നാണ് പേര്. ഏറ്റവും ഒടുവിലത്തിൻ്റെ പേര് ഉപനിഷത്താണ്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. സംഹിത എന്ന് പറയുന്നത് വേദത്തിൻ്റെ മന്ത്രമാണ്. വാഗ്രൂപത്തിലുള്ള വേദമന്ത്രങ്ങളെയാണ് സംഹിത എന്ന് പറയാം.
ബ്രാഹ്മണങ്ങൾ ഈ മന്ത്രങ്ങൾ എന്തിന് വിനിയോഗിക്കുന്നു എന്ന് കാണിക്കണം. എന്തിനാണ്? യജ്ഞത്തിന്. വേദമന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന യജ്ഞത്തിലേക്കാണ്. അതിൻ്റെ വിനിയോഗം യജ്ഞത്തിലാണ്. അതുകൊണ്ട് വേദമന്ത്രത്തിൻ്റെ വിനിയോഗം സാധിപ്പിക്കാൻ വേണ്ടി ബ്രാഹ്മണങ്ങൾ ഉണ്ടായി. അപ്പോൾ ആദ്യമായും സംഹിതയിൽ നിന്നും മന്ത്രങ്ങളിൽ നിന്നും സ്വരൂപിച്ച ആദ്യത്തെ ഒരു വ്യാഖ്യാനമാണ് വാസ്തവത്തിൽ ബ്രാഹ്മണം. വേദമന്ത്രങ്ങളെ യജ്ഞരൂപത്തിലേക്കാക്കി വ്യാഖ്യാനിച്ച് അത് യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രമാക്കി പരിണമിപ്പിച്ച് ഇന്ന മന്ത്രം ഇന്ന യജ്ഞത്തിൽ വേണമെന്ന്, ആ യജ്ഞത്തിന് ഉപയോഗിക്കേണ്ട സാധനങ്ങളെക്കുറിച്ച്, അതിനു വേണ്ട ഹവിസുകളെക്കുറിച്ച്, ഏത് മന്ത്രം ഏത് ഹവിസിന് വേണമെന്ന് ഇതൊക്കെ നിശ്ചയിക്കുന്ന ബ്രാഹ്മണങ്ങളാണ്. ഒരു വലിയ കർമ്മം ബ്രാഹ്മണങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തേൻ്റെ പേര് ആരണ്യകം എന്നാണ്. ഈ വേദമന്ത്രങ്ങൾക്ക് യജ്ഞമെന്ന ഒരു പ്രായോഗിക തലം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് അറിവ് നൽകാൻ പറ്റുന്ന, ആത്മജ്ഞാനം നൽകാൻ പറ്റുന്ന ഒരു കരുത്ത് ഈ മന്ത്രത്തിൻ്റെ അകത്തുണ്ട്. അതെന്താണെന്നുള്ള അന്വേഷണമാണ് ആരണ്യകങ്ങൾ. അരണ്യത്തിൽ വെച്ച് സംഭവിക്കുന്നത് എന്ന് വേണേൽ അർത്ഥം പറയാം. അരണ്യം വനമാണ്. വനത്തിൽ വെച്ച് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വാനപ്രസ്ഥന്മാർ ഭൗതിക ജീവിതത്തിൽ വിരക്തിയുണ്ടായി ഈ വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭൗതികമായ യജ്ഞമല്ല ആത്മീയമായ യജ്ഞത്തിലേക്ക് കടക്കേണ്ട വിധികളെക്കുറിച്ച് പറയുന്നത് മുഴുവനും ആരണ്യകത്തിലാണ്. ഏറ്റവും ഒടുവിലാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് ഈ ആരണ്യകത്തിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനതത്വങ്ങളെ ഉപാസനയാക്കി ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ എങ്ങനെ എത്തിക്കണം എന്ന് ഉപനിഷത്തിൽ കാണിച്ചു തരിക. ഇതാണ് ഉപനിഷത്ത്. അതുകൊണ്ട് വേദത്തിൻ്റെ അന്തിമമായ വ്യാഖ്യാനമാണ് എന്ന് പറയാം. ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വേദവ്യാഖ്യാനമാണ് ഉപനിഷത്ത്. അതുകൊണ്ട് വേദത്തിൻ്റെ അന്തമാണ് ഉപനിഷത്ത് എന്ന് പറയാം. അപ്പോൾ വേദാന്തം എന്ന വാക്കായി. അപ്പോൾ വേദാന്തം എന്ന് വെച്ചാൽ ഉപനിഷത്ത് എന്നർത്ഥം. വേദത്തിൻ്റെ അന്തിമമായ വ്യാഖ്യാനമാണ് ഉപനിഷത്തുകൾ. അതുകൊണ്ട് ഉപനിഷത്ത് പഠിക്കുന്നു എന്ന് വെച്ചാൽ വേദാന്തം പഠിക്കുന്നു എന്നർത്ഥം. വേദാന്തം പഠിക്കുന്നു വെച്ചാൽ ഉപനിഷത്ത് പഠിക്കുന്നു എന്നർത്ഥം. കാരണം വേദത്തിൻ്റെ അന്തിമമായ വ്യാഖ്യാനമാണ്, അവസാന വാക്കാണ്, ഏറ്റവും ഒടുവിൽ വേദത്തിൻ്റെ ലക്ഷ്യം, അതിൻ്റെ താല്പര്യം. അത് കർമ്മം മാത്രമല്ല, വെറും അറിവ് മാത്രമല്ല, ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കാനുള്ളതാണെന്ന് കാണിച്ചു തരുന്നതാണ് വാസ്തവത്തിൽ ഈ നാലാമത്തേതായ ഉപനിഷത്തുകൾ. ഇനി എൻ്റെ വാക്കിലേക്ക് കിടന്നാൽ ഉപ എന്നുള്ളതിന് അടുക്കൽ, അടുത്ത് എന്നർത്ഥം. ഉപ. നീ എന്നൊരു വാക്ക് പിന്നീടുണ്ട്, അത് അല്പം താഴെ എന്നർത്ഥം. ഷത്ത് എന്ന് വെച്ചാൽ സത്ത് എന്നർത്ഥം. സത് എന്ന് വെച്ചാൽ ഇരിക്കുക എന്നർത്ഥം. അടുത്ത്, താഴെ ഇരുന്ന് പഠിക്കുന്ന വിദ്യ എന്നതിനെക്കുറിച്ച് പറയാം. ഉപനിഷത്ത്, ഉപനിഷത്ത്. അടുത്ത്, ആചാര്യൻ്റെ അടുക്കൽ, ആചാര്യൻ്റെ താഴെ ചെന്നിരുന്ന് പഠിക്കുന്ന വിദ്യയാണ് ഉപനിഷത്ത്. അതുകൊണ്ട് ഉപനിഷത്ത് ഒരു വിദ്യയാണ് എന്ന് കിട്ടി. എന്ത് വിദ്യയാണ്? ആത്മജ്ഞാനം. വിദ്യ എന്ന് വെച്ചാൽ ഭാരതീയരെ സംബന്ധിച്ച് ആത്മജ്ഞാനമാണ്. അറിഞ്ഞു പ്രാപിക്കാൻ പറ്റുന്നതാണ് വിദ്യ. ഏതൊരു വിദ്യ അറിഞ്ഞാലാണോ ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നത്, അതാണ് വിദ്യ. എന്നുവെച്ചാൽ ആത്മജ്ഞാനത്തെ മാത്രമേ വിദ്യ എന്ന് വിളിക്കാൻ പറ്റൂ, ബാക്കിയൊക്കെ അവിദ്യകളാണ്. ആത്മജ്ഞാനം പഠിച്ചാൽ മാത്രമേ വിദ്യ അഭ്യസിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഭൗതികമായ അറിവുകളൊക്കെ നേടുന്നതിന് വിദ്യാഭ്യാസം എന്ന വാക്ക് ഉപയോഗിക്കാമായിരുന്നില്ല. പക്ഷെ ഇന്ന് വാക്കിൻ്റെ അർത്ഥം അറിയാൻ മേലാത്തതുകൊണ്ട് എന്താണ്, അവിദ്യ അഭ്യസിക്കുന്നത് വിദ്യാഭ്യാസമായിട്ട് മാറി. നമുക്ക് വേണ്ടത് വിദ്യയാണ്.
അറിഞ്ഞുകൊണ്ടിട്ട പേരാണ് ഋഷിമാർ. പക്ഷേ ഈ പേര് മാത്രം ഇന്നാരും എടുത്ത് കളഞ്ഞില്ല. അതിൻ്റെ അർത്ഥം അറിയത്തില്ല, അതുകൊണ്ട് കളഞ്ഞില്ല. അല്ലെ ഈ പേര് കളഞ്ഞിന്. കാരണം ആത്മജ്ഞാനം പഠിക്കാനാണെങ്കിൽ വിദ്യ എന്നുള്ള വാക്ക് വേണ്ടാന്ന് തന്നെ വെച്ചേന്. പക്ഷെ അത് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് അറിയാത്തത് നന്നായി, നമ്മുടെ ഇരിക്കട്ടെ. കാരണം ഈ വാക്കെങ്കിലും നിലനിൽക്കട്ടെ, വിദ്യാഭ്യാസം എന്ന വാക്കെങ്കിലും നിലനിൽക്കട്ടെ. ഈ ആത്മവിദ്യ അഭ്യസിപ്പിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ മൗലികമായ കടമ. ബാക്കിയൊക്കെ പഠിക്കാം, വേണ്ടെന്നില്ല. ലക്ഷ്യം ഇതായിരിക്കണം. അല്ലാതെ കുറേ ജോലികൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഭാരതീയർ പഠിച്ചിരുന്നത്. ജോലികൾ ചെയ്യാനുള്ള സ്കില്ലുകൾ അവരുടെ കഴിവനുസരിച്ച് അവർക്ക് കിട്ടും. ഏത് ജോലിയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇന്നാർക്ക് ഇന്ന ജോലി എന്ന വ്യവസ്ഥയൊന്നുമില്ല. ഏത് കർമ്മവും ചെയ്ത് ജീവിക്കാം. അതിന് 4 തിരിച്ച് 4 വിധത്തിലുള്ള കർമ്മങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് അനുഷ്ഠിക്കുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഈ എല്ലാവരും നേടേണ്ട ഒരു വിദ്യയാണ് ആത്മവിദ്യ. ഇതാണ് ഈ ഉപനിഷത്ത് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ ഫത് ധാതുവിന് ഇരിക്കുക എന്ന് മാത്രമല്ല, 2-3 അർത്ഥമുണ്ട്. ഗതി, വിശരണം, പ്രത്യവസാദനം എന്ന് 3 അർത്ഥമുണ്ട്. ഒന്ന് ഗതി. ഗതി എന്ന് വെച്ചാൽ യാതൊരു വിദ്യ അറിഞ്ഞാലാണോ ഗതി ഉണ്ടാകുന്നത് എന്നർത്ഥം. ഗതി എന്ന് വെച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന പേരാണ് ഗതി. അഗതി എന്ന് വെച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്താതെ പോകുന്നവരുടെ പേരാണ് അഗതികൾ എന്നർത്ഥം. അഗതി എന്ന് വെച്ചാൽ ഗതിയില്ലാത്തത്. എന്ത് ഗതിയാണ്? ഗതി എന്ന് വെച്ചാൽ എത്തിപ്പെടുക. എവിടെ? മോക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്ന പേരാണ് ഗതി. ഗതി അന്തരമില്ല എന്ന് പറഞ്ഞാലും അതുതന്നെയാണ്. വേറൊന്നുമില്ല, ഒറ്റ ലക്ഷ്യമുള്ളൂ. അന്തരമായ ഗതികളൊന്നുമില്ല, മാറ്റമുള്ളൊരു ഗതിയുമില്ല. ഏകലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് ആത്മസാക്ഷാത്കാരമാണ്, മോക്ഷമാണ്, ഈശ്വര സന്നിധിയിലേക്ക് ലയിക്കലാണ്. അതുകൊണ്ട് യാതൊന്ന് അഭ്യസിച്ചാലാണോ ഗതി ഉണ്ടാകുന്നത്, അതാണ് ഉപനിഷത്ത്. യാതൊന്ന് അഭ്യസിച്ചാലാണോ ഭൗതികമായ എല്ലാവിധ അജ്ഞാനങ്ങളും നശിച്ചു പോകുന്നത്, വിശരണം എന്ന് വെച്ചാൽ നശിപ്പിക്കലാണ്. യാതൊന്നറിഞ്ഞാലാണോ അജ്ഞാനം മുഴുവൻ നശിച്ച് ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്, ആ വിദ്യയാണ് ഉപനിഷത്ത്. യാതൊന്ന് പഠിച്ചാലാണോ അവസാദനം ചെയ്യൽ എന്നുവെച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക, ജന്മം പൂർത്തീകരിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന യാതൊന്ന് അറിഞ്ഞാലാണോ അത് ഉപനിഷത്താണ്. അങ്ങനെ 3 വിധത്തിൽ അർത്ഥം പറഞ്ഞാലും ഉപനിഷത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇതാണ് എന്ന്. ചിലപ്പോൾ ഇതാണെന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇതല്ല എന്ന് പറയും. നേതി ഇതല്ല പിന്നെ ഏതാണെന്ന് പറയണ്ട. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താണ്? പിന്നെ ഉള്ളത് ഏതോ ശേഷിക്കുന്നത്. ഇതൊന്നും അല്ലാതെ ശേഷിക്കുന്ന എന്തോ, അതാണ് ബ്രഹ്മവിദ്യ, അതാണ് ആത്മജ്ഞാനം, അതാണ് അറിയേണ്ടത്. അതാണ് വാസ്തവത്തിൽ ഈ ഉപനിഷത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. അതുകൊണ്ട് ഉപനിഷത്ത് പഠനം ആത്മവിദ്യാ പ്രതിപാദകമാണ്. എങ്ങനെയൊക്കെയാണ് ആത്മവിദ്യ നേടേണ്ടതെന്ന് പല വഴികളുണ്ട്. ആ ഓരോ വഴികളും ചിലപ്പോൾ ചില ഉപകഥകളിൽ കൂടി, ചില ഉപാസനകളിൽ കൂടി, ചില കർമ്മമാർഗത്തിൽ കൂടിയൊക്കെയാണ് ഉപനിഷത്ത് നമ്മളെ ബോധ്യപ്പെടുന്നത്. ലക്ഷ്യം ആത്മവിദ്യയാണ്. അതിനുവേണ്ടി പല വഴികൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപനിഷത്ത് നമുക്ക് കാണാൻ പറ്റും. ഓരോ ഉപനിഷത്തും പഠിച്ചു വരുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റും. അങ്ങനെ ഉള്ള ഉപനിഷത്തുകളിൽ അനവധിയുണ്ട് എന്നർത്ഥം. കാരണം ഇതെല്ലാം സംഹിത എന്ന വേദമന്ത്രങ്ങളുടെയും ബ്രാഹ്മണങ്ങളുടെയും ആരണ്യകങ്ങളുടെയും പരിശിഷ്ടങ്ങളാണ് ഉപനിഷത്തുകൾ. അതിൽ നിന്നും സ്വരൂപിച്ചെടുത്തതാണ്. അപ്പം പല ഉപനിഷത്തും പല ബ്രാഹ്മണങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ആരണ്യകത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്, സംഹിതയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത ഉപനിഷത്തുകൾ അസംഖ്യമുണ്ടാവാം. നമ്മൾക്കിന്നും കണ്ടുകിട്ടിയ ഉപനിഷത്തുകൾ ഏതാണ്ട് 100 ശിഷ്ടമൊക്കെ ഓരോരുത്തർ അവിടെ നിന്നൊക്കെ കണ്ടെത്തി പഴയ ഗ്രന്ഥങ്ങളിൽ നിന്നും പകർത്തിയെടുത്ത് പബ്ലിഷ് ചെയ്ത് കിട്ടിയിരിക്കുന്ന 108ഓളം ഉപനിഷത്തുകളേ ഉള്ളൂ. അതിൽക്കുള്ളുണ്ടാവാം 200 കൂടുതൽ ഉപനിഷത്തുകൾ പല ഗ്രന്ഥങ്ങളിലും കിടപ്പുണ്ട്. ഇപ്പോഴും സാക്ഷാത്കരിക്കാനാവാത്തതാണ്. എങ്കിലും അതാണ് ഒരു 108 ഉപനിഷത്തുകൾ എന്ന പേരിൽ പല്ലും പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ
പ്രധാനപ്പെട്ടതെന്ന് പറയാൻ എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം കൊണ്ട് സമ്പന്നമാക്കിയത് 10 ഉപനിഷത്താണ്. കാരണം ഭാഷ്യം എഴുതാൻ തക്ക വിഷയം അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ വിഷയഗൗരവം നോക്കി 10 ഉപനിഷത്തുകളെ തിരഞ്ഞെടുത്തു ആചാര്യസ്വാമികൾ. അതിന് അദ്ദേഹം വ്യാഖ്യാനം എഴുതി. പ്രസ്ഥാനത്രയം എന്ന് പറയുന്നതിൽ ഒന്ന് ഉപനിഷത്ത് ഭാഷ്യമാണ്, ബ്രഹ്മസൂത്ര ഭാഷ്യമാണ്, ഗീതാഭാഷ്യമാണ്. ഈ 3 വ്യാഖ്യാനങ്ങളാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുക. 3 പ്രസ്ഥാനങ്ങളാണ്. ഉപനിഷത്ത് പ്രസ്ഥാനമാണ്, അതിന് അദ്ദേഹം ഭാഷ്യം എഴുതി. ബ്രഹ്മസൂത്രം പ്രസ്ഥാനമാണ്, അതിന് ഭാഷ്യം എഴുതി. പിന്നെ ഭഗവത്ഗീത ഒരു പ്രസ്ഥാനമാണ്, അതിന് ഭാഷ്യം എഴുതി. ഈ പ്രസ്ഥാനത്രയത്തിൽ ഏറ്റവും പ്രധാനം ഉപനിഷത്തുകളെക്കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് സ്വാമിജികൾ തിരഞ്ഞെടുത്ത ആ 10 ഉപനിഷത്താണ് നമ്മൾ പഠിക്കാനെടുത്തേക്കുന്ന സ്ഥലം. എന്തുകൊണ്ടാണ് ഈ ദശോപനിഷത്തിൽ നിന്ന് ഈ 10 എടുത്തത് എന്ന് ആർക്കെങ്കിലും ആശങ്ക തോന്നിയാൽ ആചാര്യസ്വാമികൾ തിരഞ്ഞെടുത്ത കാരണം യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജന ഫയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതനുവർത്തതയെന്ന്. സജ്ജനങ്ങൾ എന്തൊക്കെ കാണിക്കുന്നോ അത് കണ്ടു പഠിക്കും പിന്നുള്ളത്. എന്നിട്ട് ആ വഴി പോകും ആൾക്കാർ. അത് നല്ല വഴിയാണ്. അതുകൊണ്ട് കണ്ടുപഠിക്കുന്ന സജ്ജനങ്ങളെ നോക്കി വേണം, ദുർജനങ്ങളെ നോക്കി കണ്ടു പഠിക്കരുത്. കണ്ടു പഠിച്ചാൽ അറിയാതെ ദുർജനമായിട്ട് മാറുകയുള്ളൂ. ഇന്ന് നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റിയ മോഡലുകൾ ഇവിടെ സജ്ജനങ്ങൾ തീരെയില്ല. ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. ദുർജനങ്ങളുടെ ബാഹുല്യം കാരണം അവരിൽ തന്നെ സാമാന്യം കൊള്ളാവുന്ന ഒരാളെ തിരഞ്ഞെടുത്ത് നോക്കിക്കോളൂ എന്ന് പറയല്ലാണ്ട് എന്താ ചെയ്യുക? പക്ഷേ ഉപനിഷത്തിന് അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ശങ്കരാചാര്യസ്വാമികൾ നിർദ്ദേശമായി കാണിച്ചു തന്ന 10 ഉപനിഷത്ത് നമ്മൾ സ്വീകരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ വഴി പിന്തുടർന്നിട്ട് യദ്യത് ആചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠന്മാർ ആചരിച്ച വഴി നമ്മൾ പിന്തുടരുന്നു. അതുകൊണ്ടാണ് ഈ 10 ഉപനിഷത്ത് നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന്. അല്ലാതെ ഉപനിഷത്തുകൾ ഇല്ലാതില്ല, അത് പഠിക്കരുതാത്തതല്ല, പഠിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം മഹത്വം ഇവിടെയുണ്ട് എന്നുള്ളത് കൊണ്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും എല്ലാ ഉപനിഷത്തും ആരംഭിക്കുന്ന ഒരു ശാന്തി പാഠത്തോടെയാണ്. ശാന്തി ഉണ്ടാക്കലാണ് ഉപനിഷത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഉപനിഷത്ത് തുടങ്ങുമ്പോഴും തീരുമ്പോഴും ശാന്തി പാഠം ഉച്ചരിക്കും, ചിലപ്പോൾ ഇടയ്ക്ക് ഉച്ചരിക്കും. ഈ ഓരോ ഉപനിഷത്തും ശാന്തി പാഠം തീരുമ്പോൾ അവസാനം ശാന്തി 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 എന്ന് 3 പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ടാണ് തീരുക. അത് 3 തരത്തിലുള്ള ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. 3 പ്രാവശ്യം ശാന്തി മന്ത്രം ആവർത്തിക്കുന്നത് 3 വിധത്തിലുള്ള ദുഃഖം നമുക്കുണ്ട്, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. 3 തരത്തിലാണ് ദുഃഖം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അധികരിച്ചുണ്ടാകുന്ന ദുഃഖങ്ങളാണ്. മനസ്സിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ എന്നർത്ഥം. മാനസികമായി ഉണ്ടാകുന്ന ദുഃഖങ്ങൾ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, അസൂയ, ഡംഭ് എന്ന് 8 നമ്പരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടുള്ള ദുഃഖമാണ്. ഈ 8 ദുഃഖമാണ്. ഇത് സുഖമാണെന്ന് ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും ഒക്കെ എനിക്കുണ്ടായ ഹാവു എന്തൊരു സുഖം എന്നാരും പറയാറില്ല. കോപം ഉണ്ടാകുന്ന സുഖമാണെന്ന് ആർക്കും തോന്നാറില്ല. കോപിച്ചാൽ ദുഃഖമാണെന്നറിയാം. അസൂയ ഉണ്ടാകുന്ന ദുഃഖമാണ്, ഡംഭുണ്ടാകുന്ന ദുഃഖമാണ്, ഇതൊക്കെ അറിയാം. പക്ഷേ ഇതൊക്കെ ഉണ്ടാകും. ഇതെന്നുമുണ്ട്. ഉണർന്നാൾ ഉറങ്ങുന്നത് വരെ എല്ലാ ദിവസവും ഈ 8 തരം ദുഃഖം, ആധ്യാത്മിക ദുഃഖം എല്ലാ മനുഷ്യരും കൊച്ചു കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് മാറ്റമില്ല. രണ്ടാമത്തെ ദുഃഖം ആധിഭൗതികമാണ്. അത് ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖമാണ്. ഭൂതങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളും അവയെ ഉപജീവിച്ചു കഴിയുന്നതുമായ കുറേ ജീവജാലങ്ങൾ നേരിടുന്ന ദുഃഖങ്ങളാണ്. അഗ്നിയിൽ നിന്ന്, ജലത്തിൽ നിന്ന്, വായുവിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് അതിനെ ഉപജീവിച്ച് കഴിയുന്ന കൊതുക്, ഈച്ച, മൂട്ട, പേന, ഇതൊക്കെ നമുക്ക് ദുഃഖമാണ്. കൊതുക് കടിക്കുന്ന സുഖമാണെന്ന് ആരും പറയാറില്ല. അതേപോലെ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ ചില ക്ഷുദ്രജീവികളുണ്ട്, ഉപദ്രവകാരികളായ ജീവികളുണ്ട്, പട്ടികളുണ്ട്, സിംഹമുണ്ട്, മൃഗങ്ങളുണ്ട്, ആനയുണ്ട്. ഇങ്ങനെ
അവരിൽ നിന്ന് വരുന്ന കുറേ ദുഃഖങ്ങൾ, ഇതും എന്നും അനുഭവിക്കും, എല്ലാ ദിവസവും അനുഭവിക്കുന്ന ദുഃഖമാണ്. അവരിൽ നിന്ന് നേടിയെടുക്കുന്ന കുറേ രോഗങ്ങൾ, അതും ദുഃഖമാണ്. അപ്പോൾ ഈ രണ്ട് ദുഃഖം അനുഭവിക്കാത്തവരാരും ഇന്ന് ഈ ലോകത്തില്ല, ആധ്യാത്മികവും ആധിഭൗതികവും. മൂന്നാമത്തെ ദുഃഖം ആധിദൈവികമാണ്. ദൈവം എന്ന വാക്ക് സംസ്കൃത ഭാഷയിലും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലും ഉപയോഗിക്കുന്നത് വിധി എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ദൈവികം എന്ന് വെച്ചാൽ വിധിപൂർവം കൊണ്ട് വന്നു ചേരുന്നത് എന്നർത്ഥം. അപ്പം അങ്ങനെ വിധി കൊണ്ട് വന്നു ചേരുന്ന ദുഃഖങ്ങൾ എന്നും ഉണ്ടാവാറില്ല. പഴയ കണക്ക് 12 വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ ദുഃഖം ഉണ്ടാവാറുള്ളൂ. അതെന്താണ് ദുഃഖം എന്ന് ചോദിച്ചാൽ അതിവൃഷ്ടി, അനാവൃഷ്ടി, ഈതിബാധകൾ. അതിവൃഷ്ടി എന്ന് വെച്ചാൽ വേണ്ടാത്ത സമയത്ത് മഴയുണ്ടാവുക, അതാണ് അതിവൃഷ്ടി. അനാവൃഷ്ടി, കുറേ കാലങ്ങൾ മഴ ഉണ്ടാവാതിരിക്കുക, മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യാതെ ഉണക്കുണ്ടാവുക, അതിവൃഷ്ടി, അനാവൃഷ്ടി. ഈതിബാധകൾ എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ കൊണ്ടുണ്ടാകുന്ന പകർച്ചവ്യാധി എന്നാണ് ഈതിബാധയ്ക്ക് അർത്ഥം പറയുക. ഈ 3 എണ്ണമാണ് ആധിദൈവിക ദുഃഖം. ഇതും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ 2 ഉള്ളൂ, ഇപ്പം 3 കൂടി ഒന്നിച്ച് അനുഭവിക്കുന്നൊരു കാലഘട്ടം. ഇത് വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. എന്തൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ 3 ദുഃഖം ഒന്നിച്ച് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. വല്ലപ്പോഴും ഒരിക്കലും ആധിദൈവിക ദുഃഖം ഉണ്ടാവുകയുള്ളൂ. ഈ ലോകം മുഴുവൻ അദൃശ്യമായൊരു രോഗാണുവിൻ്റെ പുറകെ പാഞ്ഞു നടക്കുകയാണ്. ഒന്ന് കണ്ടെത്താമോ എന്ന്. ഒരിക്കലും കണ്ടെത്താനാവാത്ത ഒരു രോഗാണുവിനെ കൊണ്ട് ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ ലോകമെമ്പാടും വ്യാപരിച്ചപ്പോൾ ആധിദൈവിക ദുഃഖവും കൂടി വന്നു ചേർന്നു. ഇതിന് താപത്രയങ്ങൾ എന്ന് പറയും. താപത്രയങ്ങൾ ഒന്നിച്ചനുഭവിക്കുകയാണ്. ഇങ്ങനെ 3 ദുഃഖം ഒന്നിച്ചനുഭവിച്ചാൽ താപത്രയ ഉന്മൂലനം, ഈ 3 ദുഃഖത്തെയും നമുക്ക് മറികടക്കാൻ പറ്റിയ വിഷയമാണ് വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും. ഒരു പക്ഷേ കേരളത്തിലെ 80% ആൾക്കാരും തിരിച്ചറിഞ്ഞിട്ട് അറിയാതെ കണ്ട് ആധ്യാത്മിക മണ്ഡലത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ സാക്ഷിയല്ലേ ഈ മുമ്പിലിരിക്കുന്ന ഇത്രയും ആൾക്കാർ. ഇനിയും ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഈ രോഗാണുബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചികിത്സയില്ല, ഒരു ഡോക്ടറുമില്ല, ഒരു വൈദ്യനുമില്ല, ഒരു പരിഹാരവുമില്ല. ഏക പരിഹാരം ഈശ്വരനിലേക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചു മാറാനുള്ളൊരു കഴിവ് നമുക്കുണ്ടായത് ഇതൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വേദോപനിഷത്തുകൾ പഠിക്കാൻ തിരഞ്ഞെടുത്ത ഈ സന്ദർഭം അനുയോജ്യമാണെന്ന് പറയാം. കാരണം 3 ദുഃഖങ്ങളും ഒന്നിച്ച് അനുഭവിക്കാൻ കിട്ടുന്ന അപൂർവ സന്ദർഭം. അത് അനുഭവിക്കട്ടെ, നന്നായി. അപ്പോൾ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് തിരിയുള്ളൂ. ഇന്ന് എല്ലാവരും ഭാഗവതവും രാമായണവും വായിക്കാനും സത്സംഗങ്ങൾ കൂടാനും നാമം ജപിക്കാനും ഒക്കെ തന്നെ ശീലിച്ചു. കാരണം വീട്ടിൽ നിന്ന് വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പം പിന്നെ ഇതായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഒരു ജനസമൂഹത്തെ മുഴുവനും ആധ്യാത്മികതയിലേക്ക് തിരിച്ചു വിടുവാൻ ഈ 3 തരം വ്യാധിക്ക് കഴിയുമെന്ന് ഋഷിമാർ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ഉപനിഷത്തും തീരുമ്പോൾ ശാന്തി 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 എന്ന് 3 തരം ദുഃഖങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദുഃഖം ഇല്ലാതാക്കാൻ ഇവിടെ പറ്റത്തില്ല. ഭൂകമ്പം ഉണ്ടാവുക തന്നെ ചെയ്യും, സുനാമി ഉണ്ടാവുക തന്നെ ചെയ്യും. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതിനെ അതിജീവിക്കാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടത്. ആ കരുത്താണ് ഉപനിഷത്ത് ഏറ്റവും വലിയ കരുത്ത്. ഈ കരുത്ത് കൊണ്ട് വേണം ഉപനിഷത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്കെത്താൻ. അതുകൊണ്ട് ഓരോ ഉപനിഷത്തും വിശ്വശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഒരാൾക്ക് വേണ്ടി മാത്രമല്ല. ലോകാഹ സമസ്താ സുഖിനോ ഭവന്തു, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. ലോകത്തിലുള്ള സമസ്ത ജനങ്ങളും സുഖികളായി തീരട്ടെ. ഇന്ത്യയിൽ വേണമെന്നില്ല, കേരളത്തിൽ വേണമെന്നല്ല, എൻ്റെ വീട്ടിലുള്ളവർക്ക് സുഖം വേണമെന്നല്ല, എനിക്ക് മാത്രം സുഖം വേണമെന്നുമല്ല. ഇങ്ങനെ ഒരു ഭാരതീയനും പ്രാർത്ഥിച്ചിരുന്നില്ല. ഇപ്പോഴാണ് 4-5 പേരും നാളും കൊടുത്തിട്ട് ഇത്രയും പേർക്ക് സുഖം ഉണ്ടാവാൻ ഒരു പുഷ്പാഞ്ജലി കഴിച്ചേക്കൂ എന്ന് പറയുന്നത് ഇപ്പോഴാണ്.
മറ്റേ അതല്ല, ലോകത്തിലുള്ള എല്ലാവർക്കും ശാന്തി കിട്ടാൻ വേണ്ടിയുള്ള വിശ്വശാന്തി യജ്ഞങ്ങളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഒറ്റ മുദ്രാവാക്യമുള്ളൂ, ലോകാഹ സമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ ലോകത്തെ മുഴുവനും സുഖികളാക്കാൻ പറ്റുന്ന ഒരു മന്ത്രം ഈ ഭാരതത്തിൻ്റെ ഉപനിഷത്തുകൾക്കാണുള്ളത്. അതുകൊണ്ടാണ് ഓരോ ഉപനിഷത്തും ശാന്തി പാഠത്തോടെ ആരംഭിക്കുന്നത്. ഈ ഈശാവാസ്യ ഉപനിഷത്ത് എന്ന ഈശോപനിഷത്ത് 10 ഉപനിഷത്ത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈശ, കേന, കഠപ്രശ്ന, മുണ്ട, മാണ്ഡൂക്യം, ഐതിരി, തിത്തിരി, ഛാന്തോഗ്യം, ബൃഹദാരണ്യകം എന്നാണ് 10 പേര്. ഇപ്പോഴീ പേര് കേട്ട് പേടിക്കണ്ട, നമുക്ക് ഓരോന്നിലേക്കും പതുക്കെ കടന്നു വരാം. ആദ്യത്തെ ഉപനിഷത്ത് ഈശോപനിഷത്താണ്, അല്ലെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്തെന്നാണ്. അതിൻ്റെ മന്ത്രം അതാണ്, ആദ്യത്തെ മന്ത്രം. അതുകൊണ്ട് ആരംഭിക്കുന്ന ഉപനിഷത്താണ്. അതുകൊണ്ടാണ് ഈശാവാസ്യം എന്ന് പേര് വന്നത്. നമ്മൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ശാന്തി പാഠത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് വേണം കിടക്കാൻ. അതുകൊണ്ടാണ് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. 4 വരികളുള്ള ഒരു ചെറിയ മന്ത്രം. ഓങ്കാരം കൊണ്ടേ എല്ലാ മന്ത്രവും ആരംഭിക്കത്തുള്ളൂ. പ്രണവമില്ലാത്തൊരു മന്ത്രവും നമുക്കില്ല. ഏതു മന്ത്രത്തിനും ആദ്യം ഓങ്കാരം വേണം. അത് ഉച്ചരിച്ചുകൊണ്ട് വേണം മന്ത്രം. നാമങ്ങൾക്ക് നിർബന്ധമില്ല, മന്ത്രങ്ങൾക്ക് വേണം. പൂർണ്ണം അധഹ പൂർണ്ണം ഇദം. അധഹ ഇദം എന്ന് പറയുന്നത് അത് ഇത് എന്നാണ്. ദാറ്റ്, ദിഫ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന 2 അർത്ഥമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അത് ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അധഹ പൂർണ്ണം ഇദം പൂർണ്ണം. അത് പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. അദഫ് ശബ്ദത്തിന് അത് എന്ന അർത്ഥം, ദാറ്റ്. ഇദം എന്നുള്ളതിന് ദിഫ്, ഇത് എന്നാണ് അർത്ഥം. അപ്പം അത് പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. ഏതാണ് അതും ഇതും എന്ന് ചോദിച്ചാലോ അവിടെയാണ് സംശയം. നമ്മൾ പലപ്പോഴും പറയും അതും ഇതും പറയാതെ കാര്യം പറയൂ എന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഈ ഉപനിഷത്ത് ഉപയോഗിച്ചൊരു വാക്കാണ് അതും ഇതും എന്നൊക്കെ ഉള്ളത്. അത് എന്ന് പറയുന്നത് നമ്മൾക്ക് എത്തിപ്പെടേണ്ട ലക്ഷ്യമായ വസ്തുവാണ്. അത് എത്തിപ്പെടുന്ന ലക്ഷ്യമായ വസ്തു അതാണെങ്കിൽ അത് ബ്രഹ്മമാണ്, ആത്മചൈതന്യമാണ്. അതിനെയാണ് അത് എന്ന് വിളിക്കുന്നത്. ഇനിയും നമ്മുടെ കയ്യിലുള്ളതാണ് ഇതം. ഇത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ ജീവൻ. അപ്പോൾ നമ്മുടെ ജീവാത്മാക്കളാണ് വാസ്തവത്തിൽ ഇതം. അപ്പം ഈ ജീവാത്മാക്കളും ആ ബ്രഹ്മാത്മാവും പൂർണ്ണമാണ്. അത് പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. പൂർണ്ണം എന്ന് വെച്ചാൽ നിറയ്ക്കപ്പെട്ടത് എന്നർത്ഥം. പൂർണ്ണം പൂജ്യതേ ഇത് പൂർണ്ണഹ എന്നാണ്. പൂർത്തീകരിക്കുന്നത്, നിറയ്ക്കപ്പെട്ടതാണ് പൂർണ്ണം. അത് നിറയ്ക്കപ്പെട്ടതാണ്, ഇത് നിറയ്ക്കപ്പെട്ടതാണ്. ആ ബ്രഹ്മമെന്ന ആത്മചൈതന്യം സമ്പൂർണ്ണമാണ്. അതിലൊരു കുറവുമില്ല. ആ ആത്മചൈതന്യം അതുപോലെ ജീവജാലങ്ങളിലേക്ക് വന്നു ചേർന്നപ്പോൾ അപ്പോഴും അതിനൊരു കുറവുമില്ല. നമ്മിലിരിക്കുന്ന ഈശ്വരസത്ത എന്ന ബ്രഹ്മചൈതന്യത്തിന് ഒരു കുറവും ഇവിടെ ഇല്ല. അതും പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. എൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈശ്വരസത്ത പൂർണ്ണമാണ്. കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്, അങ്ങനെയില്ല. ഒരു 100 കുടം മുറ്റത്ത് കൊണ്ടുവച്ച് വെള്ളം ഒഴിച്ചാൽ അതിൽ കാണുന്ന 100 സൂര്യന്മാരും ഒരുപോലെയാണ്. ഒരു കുടത്തിലെ സൂര്യൻ ഇത്തിരി ചെറുതായിപ്പോയി അങ്ങനെ വരില്ല. കാരണം എല്ലാത്തിലും സൂര്യനെ പ്രതിബിംബിക്കുന്ന ഒരുപോലെയാണ്. ഇതേപോലെ ഒരു ആത്മചൈതന്യം ആ കോടിക്കണക്കിന് ജീവജാലങ്ങളിലേക്ക് പ്രതിഫലിക്കുമ്പോൾ ഒരുപോലെയാണ്, ഒരു കുറവുമില്ല. പൂർണ്ണം അധഹ ഇതം പൂർണ്ണം, രണ്ടും പൂർണ്ണം തന്നെയാണ്. പൂർണ്ണാത് പൂർണ്ണം ഉദച്യത്തെ. പൂർണ്ണാത് പൂർണ്ണത്തിൽ നിന്നും, പഞ്ചമി വിഭക്തിയാണ്, സംസ്കൃതം പഠിച്ചവർക്കറിയാം. പൂർണ്ണാത് പൂർണ്ണത്തിൽ നിന്നും, പൂർണ്ണം ഉദച്യത്തെ പൂർണ്ണത്തെ, ഉദച്യത്തെ ഉണ്ടാക്കുന്നു അല്ലെ പറയപ്പെടുന്നു. പൂർണ്ണത്തിൽ നിന്നുമാണ് പൂർണ്ണമുണ്ടാവുന്നത്. പൂർണ്ണാത് പൂർണ്ണം ഉദച്യത്തെ, പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം ഉണ്ടാവുന്നു. ആ പരിപൂർണമായ ബ്രഹ്മചൈതന്യത്തിൽ നിന്നുമാണ്
ഈ പൂർണ്ണമായ ജീവചൈതന്യമെന്ന് ജീവാത്മാക്കൾ ഉണ്ടായത് എന്നർത്ഥം. ഈ കുടത്തിൽ സൂര്യൻ ഉണ്ടായത് എവിടെ നിന്നാണ്? ആ യഥാർത്ഥ സൂര്യനിൽ തന്നെയാണ്, ഉറപ്പാ. അല്ലെ കുടത്തിലെവിടെ സൂര്യൻ വരുന്നത്? കുടത്തിൽ കാണപ്പെടുന്ന സൂര്യൻ മേളിൽ സൂര്യൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്നുമാണ് കുടത്തിലേക്ക് ആര് സൂര്യൻ വന്നത്. പൂർണ്ണം ഉദച്യത. ആ പൂർണ്ണ ചൈതന്യത്തിൽ നിന്നുമാണ് ഈ പൂർണ്ണമായിരിക്കുന്ന ജീവാത്മാക്കൾ എല്ലാവരും ഉണ്ടായത്. ഒരാശങ്കയില്ല എന്ന് ഒരു ഉപനിഷത്ത് ഇതിൽ എങ്ങനെ നമ്മയെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? നമ്മുടെ ഉള്ളിലുള്ള ആത്മസത്ത ഈശ്വരസത്തയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടാണ് ഈ ഉപനിഷത്ത് മുമ്പോട്ട് പോകാൻ പോവുക. പൂർണ്ണസ്യ പൂർണ്ണം ആദായ, പൂർണ്ണത്തിനോട് പൂർണ്ണം ചേർത്താൽ ആദായ എടുത്തിട്ട് എന്നർത്ഥം. ആദായം എന്ന് നമ്മൾ പറയും. എന്നുവെച്ചെന്താർത്ഥം? എടുക്കുന്നത് എന്നർത്ഥം അല്ലേ? ആദായം എടുക്കുക എന്ന് പറയേണ്ട, ആദായം എന്ന് വെച്ചാൽ എടുക്കുന്നത് എന്നർത്ഥം. പൂർണ്ണസ്യ പൂർണ്ണം ആദായ. പൂർണ്ണസ്യ ഷഷ്ടി വിഭക്തിയാണ് പൂർണ്ണത്തിൻ്റെ, മറ്റേ പൂർണ്ണാത് പഞ്ചമി വിഭക്തിയാണ്. പൂർണ്ണം പൂർണ്ണത്തെ, ആദായ ചേർത്തിട്ട്. ഈ പൂർണ്ണമായ ബ്രഹ്മചൈതന്യ ശക്തിയോട് ഈ പൂർണ്ണങ്ങളായ ജീവാത്മാക്കൾ കൂട്ടിച്ചേർത്താൽ, ഈ ജീവാത്മാക്കൾ ഓരോന്നും ഈ വലിയ ബ്രഹ്മചൈതന്യത്തേക്ക് ചെന്ന് ചേർന്നാൽ പൂർണ്ണം ഏവ അവശിഷ്യത. പൂർണ്ണം തന്നെ ശേഷിക്കും. എത്രയെത്ര ഈ പൂർണ്ണമായ ജീവാത്മാക്കൾ ഈ പൂർണ്ണമായ ബ്രഹ്മചൈതന്യത്തിൽ ചെന്നാൽ ആ പൂർണ്ണത്തിന് ഒരു കുറവുമില്ല, ഒരു കൂടുതലുമില്ല. സമുദ്രത്തിലേക്ക് നിന്നും 1,00,000 ആൾക്കാരെ ഓരോ ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് പോയാൽ സമുദ്രത്തിന് ഒരു കുറവുമില്ല. ഈ വെള്ളമെല്ലാം തിരിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് ഒഴിച്ചാൽ അതിനൊട്ട് കൂടുതലുമില്ല. ഈ പൂർണ്ണത്തിൽ നിന്നും എത്ര എണ്ണം എടുത്തു മാറ്റിയാലും അതിന് കുറവുമില്ല. ഇതിനോട് എത്ര പൂർണ്ണങ്ങൾ ചേർത്താലും അതിനൊട്ട് കൂടുതലുമില്ല. പൂജ്യത്തിനോട് പൂജ്യം ചേർത്താൽ പൂജ്യം തന്നെ. പൂജ്യത്തിൽ നിന്നും പൂജ്യം കുറച്ചാലും പൂജ്യം തന്നെ. പൂജ്യത്തെ പൂജ്യം കൊണ്ട് ഹരിച്ചാലും പൂജ്യം തന്നെ. എത്ര മനോഹരമായ കണക്കാണ്. എത്ര അതിൽ നിന്ന് എടുത്താലും ഒരു കുറവും വരില്ല. എത്ര അതിലേക്ക് ചേർത്താലും ഒരു കുറവും വരില്ല. അതുകൊണ്ടാണ് അധഃ പൂർണ്ണം ഇദം പൂർണ്ണം. അതും പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. പൂർണ്ണാത് പൂർണ്ണം ഉദച്യത. പൂർണ്ണത്തിൽ നിന്നുമാണ് പൂർണ്ണം ഉണ്ടാവുന്നത്. പൂർണ്ണത്തിനോട് പൂർണ്ണം കൂട്ടിച്ചേർത്താൽ പൂർണ്ണമേവ അവശിഷ്യത. പൂർണ്ണം തന്നെ ശേഷിക്കുന്നു. പൂർണ്ണം കൊണ്ടൊരു കളിയാണെന്ന് നമുക്ക് തോന്നും. അതല്ല, കണക്ക് പറഞ്ഞ് കാര്യം മനസ്സിലാക്കാനാണ് ശ്രമിച്ചത് അല്ലേ? കണക്ക് പറഞ്ഞ് കാര്യം മനസ്സിലാക്കാൻ ഋഷി എന്ന് യത്നിച്ചതാണ്. ഒന്ന് മനസ്സിലാക്കൂ, ഈ കാണപ്പെടുന്ന ജീവാത്മാക്കളൊക്കെ ഈശ്വര ചൈതന്യ സ്വരൂപികളാണ്. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ സർവഭൂതാനാം ഹൃദയസ്യ അർജുന തിഷ്ഠതി എന്ന് ഗീതയിൽ പറയും. എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയദേശത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഞാൻ എന്ന് വെച്ചാൽ ആരാണ്? ഈ പരമാത്മ ചൈതന്യ സ്വരൂപനായ ഈശ്വരൻ എന്ന് വേണേൽ പറഞ്ഞോളൂ. അത് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മസത്തയായ ഈശ്വരനെ നമുക്ക് അറിയില്ല. നമ്മൾ ഈശ്വരനെ പുറത്ത് അന്വേഷിച്ചിട്ട് ഓടി നടക്കുകയാണ്. ഉള്ളൂർ പറയും, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്തു നിൽക്കുന്ന അനുജനെ നോക്കാൻ കണ്ണില്ലാത്തവർക്ക് അരൂപനായ ഈശ്വരൻ അദൃശ്യനായാൽ എന്തത്ഭുതം. ഈശ്വരൻ അരൂപനാണ്. അരൂപനായ ഈശ്വരനെ എങ്ങനെ ദൃശ്യമാക്കി തീർക്കും? ആവില്ല. അതൊരു അത്ഭുതമില്ല എന്നുള്ളവർ പറഞ്ഞ്. എത്ര സത്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈശ്വരനെ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു. നമ്മൾ ക്ഷേത്രങ്ങൾ തോറും ഓടി നടക്കുകയാണ്. ഈ ഈശ്വരനെ അറിഞ്ഞാൽ അവിടെയുള്ള ഈശ്വരനെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരമ്പലത്തിൽ പോയാൽ പോരാ, അവിടുന്ന് നമുക്ക് വേറൊരു അമ്പലത്തിൽ പോകണം, അവിടുന്ന് മറ്റൊരു അമ്പലത്തിൽ പോകണം, രാവിലെ ഒരു അമ്പലത്തിൽ പോകണം, വൈകിട്ടൊരു അമ്പലത്തിൽ പോകണം.
വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ പോകണം, ശനിയാഴ്ച അയ്യപ്പൻ അമ്പലത്തിൽ പോകണം, തിങ്കളാഴ്ച ശിവൻ്റെ അമ്പലത്തിൽ പോകണം എന്നിങ്ങനെ നമ്മൾ ആഴ്ചകൾ തോറും വെച്ചിരിക്കുക. എന്താ ഇത്, ഒരിടത്ത് പോയാൽ മതിയാവില്ലേ? ഇല്ല. അവിടെ പോയിട്ട് ഈശ്വരനെ കണ്ടില്ലേ? ഇല്ല. അല്ലെങ്കിൽ കണ്ടത് പോരാ, അടുത്തടുത്ത് പോവുകയാണ്. നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ ഈ കാണുന്നിടത്തൊക്കെ ഉണ്ട്. ഇത് ഉറപ്പിച്ചിട്ട് പൊക്കോളുന്നതാണ്, പോകണ്ടെന്നല്ല പറഞ്ഞത്. ഒരമ്പലത്തിനും പോകണ്ടെന്ന് ഒരു മനുഷ്യത്വം വേദവും വേദാന്തവും പറയില്ല. പക്ഷേ അവനവൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യ സ്വരൂപം ഈശ്വരസത്തയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് പോയിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള ചൈതന്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റും. അതും പൂർണ്ണം, ഇതും പൂർണ്ണം. എത്ര സുന്ദരമായ ഉപദേശമാണ് ഈ ഉപനിഷത്ത് തന്നെ. ശാന്തി പാഠത്തിൽ മാത്രമാണ് ഇത് പറയുക. പൂർണ്ണമല്ലാത്ത ഒരാൾക്ക് എവിടെ ചെന്നാലും പൂർണ്ണതയാവില്ല. ആദ്യം സ്വയം പൂർണ്ണനാവണം. അങ്ങനെ ആയാൽ ചുറ്റും കാണുന്നതൊക്കെ പൂർണ്ണങ്ങളാണ്. ഇത് സ്വയം പൂർണ്ണതയില്ല. ഞാൻ പൂർണ്ണനാണെന്ന് ആർക്കും ഒരു വിശ്വാസമില്ല. എനിക്ക് കഴിവില്ലാത്തവനാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്, എനിക്കൊന്നും അറിയാത്തവനാണ്, എപ്പോഴും ഞാൻ കുറവുള്ളവരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പൂർണ്ണനാണെന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റണം. കാരണം എന്താണ്? എൻ്റെ ഉള്ളിൽ എൻ്റെ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അല്ലാതെ ഒരു ഞാനുണ്ട്, അതാണ് ഈശ്വരൻ. ഇന്ദ്രിയങ്ങളൊന്നും ഈശ്വരനല്ല, ബുദ്ധി ഈശ്വരനല്ല, ജീവൻ പോലും ഈശ്വരനല്ല. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവ് എൻ്റെ ഉള്ളിലുണ്ട്. അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആ മരുതെന്നു തിരിച്ചടിയന് കാട്ടിത്തരുവോൻ അന്യർ ധരിക്കാതെ എന്നുള്ളൊരു പ്രേമസംഗീതത്തിൽ എത്ര ഭംഗിയായിട്ടിത് പാടി. അകമേ നിലകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതാത് ചുവടുകൾ എടുക്കുമ്പോൾ അരുത് എന്ന് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് കാണാൻ എനിക്ക് കഴിവില്ല. എന്നിട്ട് ഞാൻ അന്വേഷിച്ചു പോവുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അവരവരുടെ ആത്മശക്തിയെക്കുറിച്ച് അവബോധം ആദ്യം ഉണ്ടാവണം. അത് ഉറയ്ക്കണം. ആ ആത്മശക്തി ഉറപ്പിച്ചെടുത്താൽ അതാണ് ആത്മബലം. ഇത് ഉറപ്പിച്ചെടുത്തിട്ട് നിങ്ങൾ അമ്പലങ്ങളിൽ പൊക്കോളൂ, കർമ്മം ചെയ്തോളൂ, പൂജ കഴിച്ചോളൂ, യജ്ഞം ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഇത് ഉറയ്ക്കാതെ നിങ്ങൾ ഈ കർമ്മവും യജ്ഞവും പൂജയും ക്ഷേത്രവും ഒക്കെ നടത്തിയാൽ അതും പൂർണ്ണമല്ല, ഇതും പൂർണ്ണമല്ല ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ മനുഷ്യത്ത് ആദ്യം പറഞ്ഞത് അധഃ പൂർണ്ണം ഇദം പൂർണ്ണം. രണ്ടും പൂർണ്ണങ്ങൾ തന്നെയാണ്. പൂർണ്ണത്തിനോട് പൂർണ്ണം ചേർത്താൽ പൂർണ്ണം തന്നെ കിട്ടും. പൂർണ്ണത്തിനും എത്ര പൂർണ്ണങ്ങൾ എടുത്താലും ഈ പൂർണ്ണം അവശേഷിക്കും, ഒരു കുറവുണ്ടാവില്ല. ഇതാണ് പ്രപഞ്ചത്തിൽ ഈശ്വരൻ എന്ന ബ്രഹ്മസത്യം നിറഞ്ഞു നിൽക്കുന്നുവെന്ന് ഈ ഉപനിഷത്തിൽ പറയാൻ പോവാം. ഈ ഉപനിഷത്തിന് പറ്റിയൊരു ശാന്തി പാഠമാണ്. ഈശാവാസ്യം ഇദം സർവം എന്ന് പറയാൻ പുറപ്പെടുന്ന ആമുഖമാണിത്. ഈശാവാസ്യ ഉപനിഷത്തെ ആദ്യത്തെ മന്ത്രം അതാണ്. അങ്ങനെ ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കടമ ഈ ഉപനിഷത്ത് ഋഷിക്കുണ്ട്. ഭാരതത്തിലെ ഋഷിമാർ എത്ര ചിന്താധനരാണ്. അവരെ പഠിച്ചത് മനനം ചെയ്ത് ചിന്തിച്ച് തങ്ങളുടെ ബുദ്ധിയിൽ ഉറപ്പിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എപ്പോഴും ബാധ്യസ്ഥരാണ്, ശക്തിയുള്ളവരാണ്. ഇതാണ് ഭാരതത്തിൻ്റെ ഋഷി പരമ്പരയുടെ ഏറ്റവും വലിയ കരുത്ത്. നമോ ഋഷിഭ്യ എന്നെപ്പോഴും പറയേണ്ടി വരും. ഇവരെയാണ് നമസ്കരിക്കേണ്ടത് എന്നർത്ഥം. ശാസ്ത്രജ്ഞന്മാരായ ഏറ്റവും വലിയ ഋഷിമാർ, ജീവിതശാസ്ത്രം എന്താണെന്ന് കാണിച്ചു തന്ന ഋഷിമാർ. വേദാന്തം മാത്രം പഠിച്ച് പ്രചരിപ്പിക്കലല്ല അവരുടെ ലക്ഷ്യം. ജീവിതശാസ്ത്രം, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചു പൂർണ്ണതയിൽ എത്തണം എന്നുള്ള ശാസ്ത്രീയമായ ജീവിത വീക്ഷണത്തെ നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി തരലാണ് ഉപനിഷത്തുകളുടെ കർത്തവ്യം. ഇതാണ് ഈ ഉപനിഷത്തിലെ ശാന്തി പാഠം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മുടെ എല്ലാ ക്ലാസ്സും ഈ ശാന്തി പാഠം ഉച്ചരിച്ചുകൊണ്ടാണ് സമാപിക്കുന്നത്. ഏത് ക്ലാസ്സിലും ഇനിയും ഇത് ഉച്ചരിക്കുമ്പോൾ ഈ അവബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. ഇത് വെറും വാക്കല്ല. ഈ വാക്കിൻ്റെ അകത്ത് നമ്മെ നിയന്ത്രിക്കുന്ന ഒരു ബ്രഹ്മചൈതന്യത്തിൻ്റെ ശക്തിയുണ്ട്. അത് ഞാനാണ് എന്ന് സ്വയം തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുത്തിട്ട് ഇത് ഉച്ചരിച്ചാൽ ജീവിതം ധന്യമായി തീർക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഈ ക്ലാസ്സുകളുടെ ഒരു ഏക ലക്ഷ്യവും അതാണ്. എന്തായാലും ഈ ആദി ദൈവിക ദുഃഖം അനുഭവിക്കുന്ന നമുക്ക് ഔഷധമായി
ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ ആയി വാസ്തവത്തിൽ ഈ പാഠങ്ങൾ ആയിത്തീരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. നമ്മുടെ സമയം കൃത്യമായി, ഇനി നീട്ടുന്നില്ല. ഇന്ന് നമുക്ക് ക്ലാസ് ഉപസംഹരിക്കാം. സംശയമുള്ളവർ, എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ ബോധ്യമാവാതിരിക്കുന്നത്, ഒന്നുകൂടി പറയേണ്ടത്, മനസ്സിലാവാതെ വന്നത്, വ്യക്തമാവാതെ വന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉറപ്പിക്കാം. സംശയങ്ങളൊക്കെ ഇതിൻ്റെ അധികാരികൾക്ക് നിങ്ങൾ എഴുതി അയക്കാം, വോയിസ് മെസ്സേജ് ഇടാം, വാട്സപ്പിലിടാം, എങ്ങനെ വേണമെങ്കിലും ഇട്ട് സംശയം ചോദിക്കാം. ഞാനിതെല്ലാം കണ്ടിട്ട് പഠിച്ച് അറിഞ്ഞ് ആവുന്നത് അടുത്ത ക്ലാസ്സിൽ മറുപടി പറയാം. എല്ലാത്തിനും പറയണമെന്ന് നിർബന്ധം പിടിച്ചാൽ ആവില്ല എന്ന പ്രസ്താവനയോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഉപസംഹരിക്കാം. എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ ഈ 1.5 മണിക്കൂർ കണ്ടെത്തി ഭാരതത്തിന് മഹനീയമായ ചൈതന്യത്തെക്കുറിച്ച് അറിയാൻ പുറപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.